ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്ന് മാറിയാൽ കാലഘട്ടങ്ങളിൽ വ്യത്യാസം വരും. ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്നും പെർമനൻ്റ്ലി മാറിയാൽ ദൈവം തൻ്റെ വ്യവസ്ഥകളിൽ നിന്നും മാറും. നിങ്ങൾ എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും എന്ന ആശയം ഒന്ന് പറഞ്ഞേച്ച് തുടർന്ന് വിടുതലുകളിലേക്ക് മാറാം. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു. ഒരു കൊച്ചു വിശദീകരണം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുകയാണ്. മിസ്രയീമിൽ നിന്ന് ദൈവം ജനത്തെ വിടുവിച്ചുകൊണ്ടുവന്നു. അവരെ ചെങ്കടൽ കടത്തി. അതുവരെ അവർ ദൈവത്തെ അവിശ്വസിച്ചു. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചില നേതാക്കന്മാരൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവർക്ക് മിസ്രയീമിൽ തല്ല് കിട്ടത്തില്ല. കാര്യം അഥവാ എണ്ണത്തിന് ഇഷ്ടിക ഏൽപ്പിച്ചില്ലെങ്കിൽ ജോലി ചെയ്യുന്ന കൂലിക്കാരനാണ് തല്ല് കിട്ടുന്നത്. സൂപ്പർവൈസ് ചെയ്യുന്നവനെ കണ്ണുരുട്ടി കാണിക്കേ ഉള്ളൂ, അല്ലെ വഴക്ക് പറയുകയേ ഉള്ളൂ. അവന് വലിയ ശല്യമില്ല. അതുകൊണ്ട് മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ മോശയോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് പോകണ്ട, ഇവിടെ താമസിച്ചാൽ മതിയെന്ന്. അവരുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് ആളുകളെ കൊണ്ടും പറയിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ചെറിയ ഭിന്നത മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടായി. മിസ്രയീമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായത്, ഇസ്രായേൽ ജനം തന്നെയല്ല, ഒരു സമ്മിശ്ര ജാതി അവരോടൊപ്പം പുറപ്പെട്ടു. നമ്മൾ ആ വേദഭാഗങ്ങൾ കൂടുതൽ ഗവനിക്കാറില്ല, പക്ഷേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സമ്മിശ്ര ജാതിയും അവരോട് കൂടെ പുറപ്പെട്ടു. കാര്യം ദൈവം മിസ്രയീമിൽ 10 അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട്, ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് യഹോവ തന്നെ ആയിരിക്കും ദൈവമെന്നൊരു ധാരണ പലർക്കും ഉണ്ടായി. ഒരു സമ്മിശ്ര ജാതി അവരോടൊപ്പം പുറപ്പെട്ടു. ഇവരെല്ലാം കൂടെ ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ ഫറവോൻ പുറകെ വരുന്ന കാഴ്ച കണ്ടു. അന്നാണ് നേതാക്കന്മാർ തലപൊക്കിയത്. അവർ പറഞ്ഞു, ഞാൻ പണ്ടേ പറഞ്ഞതാണ്, പോകരുതെന്ന്. മിസ്രയീമിൽ അടിമവേല ചെയ്യുവാൻ ഞങ്ങളെ വിടുകയായിരുന്നു നല്ലത്. കാര്യം ഞാൻ പിന്നെ ആവർത്തിക്കാം, നേതാക്കന്മാർക്ക് തല്ല് കിട്ടത്തില്ല, അത് പാവങ്ങളാണ്. പക്ഷേ ഇവരുടെ പറച്ചിലിൽ എല്ലാവരും കൂടെ ഇളകി മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. ദൈവം മോശയോട് പറഞ്ഞു, മുന്നോട്ട് വൻ ജനത്തോട് പറയുവാൻ. അങ്ങനെ ചെങ്കടൽ പിളർന്നു, ജനം അക്കരെ കടന്നു. അവർ ദൈവത്തെ വളരെ വിശ്വസിക്കേണ്ടവരായിരുന്നു. സമ്മിശ്ര ജാതി പോലും വിശ്വസിക്കേണ്ടതായിരുന്നു. പക്ഷെ അടുത്ത പ്രശ്നം പിന്നെയും വന്നു. മാറായിലെത്തിയതോടുകൂടെ വീണ്ടും അവർ ദൈവസന്നിധിയിൽ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു. ദൈവം മാറായെ മധുരമാക്കി കൊടുത്ത ശേഷം അവരോട് ആദ്യത്തെ വ്യവസ്ഥ ചെയ്തു. അവിടെയാണ് ആദ്യത്തെ ദൈവവുമായിട്ടുള്ള വ്യവസ്ഥ. പുറപ്പാട് പുസ്തകത്തിൽ ആ വ്യവസ്ഥയെ കാണാം. 15-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാം. 26-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാണ്, എൻ്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകളിലൊന്നും ഞാൻ നിനക്ക് വരുത്തത്തില്ല. ഞാൻ രോഗങ്ങളെ നിൻ്റെ അടുക്കൽ നിന്ന് മാറ്റും എന്നെല്ലാം പറഞ്ഞൊരു അനുഗ്രഹത്തിൻ്റെ പദം പറഞ്ഞു. എൻ്റെ വാക്ക് ശരിക്കും കേട്ടനുസരിച്ചോണം, അവിടുന്ന് മാറരുത്. ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ബുദ്ധി ഉപദേശകൻ എന്ന സാഹചര്യത്തിൽ കണ്ടല്ല, ഒരു അഡ്വൈസർ എന്ന സ്ഥാനത്ത് കണ്ടല്ല, ദൈവമായി കണ്ടനുസരിക്കണം. അതിനകത്ത് ഭേദം വരുത്താൻ ഒക്കത്തില്ല. അത് പറഞ്ഞത് എങ്ങനെയോ അതുപോലെ തന്നെ അനുസരിച്ചേ മതിയാകൂ. അങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞെങ്കിലും ഇവർ പിന്നെയും അല്പസ്വല്പം പ്രയാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ദൈവം ജനത്തെ വിളിച്ചുകൂട്ടി ഒരു മഹായോഗം നടത്തി. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ചിനകത്ത് ഏതാണ്ട് ഒരു 4 വർഷത്തിന് മുമ്പ്, മേ ബി 2022 അതെ, 2020 ഒരു മഹായോഗം നടത്താൻ ദൈവം ആവശ്യപ്പെട്ടു. അപ്പോൾ ആ വാചകം ദൈവം എന്നോട് ഇടപെട്ട് ഒരു മഹായോഗം നടത്താൻ. ചർച്ചിനകത്ത് എന്നത്തിൻ്റെ മഹായോഗം, അവിടെ എല്ലാ ആഴ്ചയിലുമുള്ള യോഗമല്ലാതെ അതിൽ കവിഞ്ഞൊരാൾക്കൂട്ടമോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പിന്നെയും പറഞ്ഞു, ഒരു മഹായോഗം നടത്തണം. ലാസ്റ്റ് ദിവസമായപ്പോൾ, എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് മീറ്റിംഗ് നടക്കേണ്ടത്, സഭായോഗ ആരാധന നടക്കേണ്ടത്. ശനിയാഴ്ചയായപ്പോൾ ദൈവാത്മാവ് പറഞ്ഞൊരു കുറച്ച് ആളുകൾ കൂടുതലായിട്ട് വരും. അവർക്ക് ഇരിക്കാൻ വേണ്ടി എക്സ്ട്രാ സ്പേസ് ഉണ്ടാക്കണം. ഒരു 2000 കസേര എക്സ്ട്രാ വേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തേത്, മഹായോഗമെന്ന് വിളിക്കുന്നത് വൻകാര്യങ്ങളുടെ തീരുമാനമെടുക്കുന്ന സമയമായതുകൊണ്ടാണ്. എന്നിട്ടാണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് എൻ്റെ അറ്റൻഷൻ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്. യഹോവയായ ദൈവം 10 കൽപ്പനകൾ കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ 10 കൽപ്പനകൾ ജനം അനുസരിക്കുമോ ഇല്ലയോ എന്ന് നേരത്തെ അവരുടെ കയ്യിൽ നിന്നൊരു കൺസേൺ വേണം. അത് കഴിഞ്ഞ് മാത്രമേ അവർക്ക് കൽപ്പന കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് വിളിച്ചേച്ച് നിങ്ങളെല്ലാം കൂടി ഇത് അനുസരിച്ചോണമെന്ന് പറഞ്ഞ് ഒരു കൽപ്പന ഏൽപ്പിക്കുകയല്ല. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ദൈവത്വം അവരുടെ മുമ്പിൽ തെളിയിച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് കുറേ ആശയങ്ങൾ തരികയാണ്, ഈ ആശയങ്ങൾ നിങ്ങൾ അനുസരിച്ചോണം എന്നവരോട് പറയുകയാണ് വേണ്ടത്. അതവർ അംഗീകരിക്കുമോ എന്നറിയണം. ഇവിടെ ഞാനൊരല്പം കൂടെ ഡീപ്പായിട്ട് പോകുകയാണ്.
മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച മിസ്രൈമിൽ നിങ്ങൾ കണ്ട ഒരു മിസ്രൈമി കൾച്ചറുണ്ട്. എനിക്ക് അതല്ല വേണ്ടത്. എൻ്റെ കൾച്ചറിൽ നിങ്ങൾ പോകണം. ആ കൾച്ചർ നിങ്ങൾ അംഗീകരിക്കണം. ആ കൾച്ചർ എല്ലാം കൂടെ ആയിരിക്കും ഞാൻ വ്യവസ്ഥയായി തരാൻ പോകുന്നത്. ഇത് ഇന്നത്തെ രീതിയിൽ എൻ്റെ വാചകങ്ങളിൽ ഇന്നത്തെ ഭാഷാശൈലിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എൻ്റെ കൾച്ചർ നിങ്ങൾ പാലിക്കണം. നിങ്ങളത് പാലിക്കുമോ എന്ന് എനിക്കറിയണം. ജനത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം കൂടെ മോശ വിളിച്ചു പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങളാണ്. വസ്ത്രധാരണം മുതൽ ഒരു ദാസനെ വിറ്റാൽ എങ്ങനെ, ദാസനെ കൊടുക്കുന്നത് എങ്ങനെ, ദാസിയെ വിൽക്കുന്നത് എങ്ങനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ടയുണ്ടായാൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളത്, ഒരു ദാസനെ ഒരു യജമാനൻ അടിച്ചു സംഭവിച്ചാൽ എങ്ങനെയാണ്, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ വേണം, പണയം കൊടുക്കുമ്പോൾ എങ്ങനെ വേണം, കടം കൊടുക്കുന്നത് എങ്ങനെ വേണം, അഡ്മിനിസ്ട്രേഷൻ്റെ കപ്പാസിറ്റി എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ഇനി പറഞ്ഞു കൊടുത്തു ഇവർക്ക്. ഇത് മുഴുവനും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതെ, ഞങ്ങളിത് മുഴുവനും അനുസരിക്കാൻ തയ്യാറാണ്. 19-ാമത്തെ അധ്യായം മുതൽ 23-ാമത്തെ അധ്യായം വരെ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 19 മുതൽ 23 വരെയുള്ള അധ്യായങ്ങൾ ദൈവത്തിൻ്റെ പോളിസികൾ, ദൈവിക കൾച്ചർ ഇസ്രായേലിന് എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കൊടുത്തു. ഡീപ്പിൽ പോയില്ല. ഡീപ്പിൽ പോകുന്നത് ആ ലേവ്യ പുസ്തകത്തിലാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽസും ബൗണ്ടറി ലൈൻസും പറഞ്ഞു കൊടുത്തു. ഇത് മുഴുവൻ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ജനത്തിൻ്റെ നടുവിൽ നിന്നൊരു 70 മൂപ്പന്മാരെ മോശ തിരഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ പുരോഹിതനെയും അദ്ദേഹത്തിൻ്റെ മക്കളുമായി ഒരു 3 പേരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തു. മറക്കരുത്, 6 ലക്ഷം ജനങ്ങൾ ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്തിലോട്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ 6 ലക്ഷം ജനങ്ങളെ കൊണ്ടു നിർത്തി. അവർക്ക് ദൂരെ നിന്ന് കാണാമെന്നുള്ളതിൽ കവിഞ്ഞാൽ, അന്ന് ആംപ്ലിഫയർ സിസ്റ്റം ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും കേൾക്കാൻ ഒക്കത്തില്ല, ഉറപ്പാണ്. അവിടെയും ഇവിടെയും ഒക്കെ വിളിച്ചു പറയുന്നവരുണ്ടെങ്കിൽ ഭാഗികമായിട്ടൊക്കെ കേട്ട് കാണും. പക്ഷേ 70 മൂപ്പന്മാരെയും 3 പുരോഹിതന്മാരെയും മുൻപിലേക്ക് വിളിച്ചു നിർത്തി അവരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്നതാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ പറഞ്ഞു 19-ാം അധ്യായം മുതൽ 23 ഈവൻ 24-ൻ്റെ പകുതി വരെ ഉള്ള ഭാഗങ്ങളിൽ ദൈവം ഇതെല്ലാം പറഞ്ഞു. ഇവരെല്ലാം കേട്ടേച്ച് പറഞ്ഞു നിങ്ങളിതെല്ലാം അനുസരിച്ച് പോകാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു മഹായോഗം കൂടുകയാണ്. തുടർന്ന് മോശ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ബാല്യക്കാരോട് കുറേ യാഗപീഠങ്ങൾ പണിയാൻ ആവശ്യപ്പെട്ടു. നമുക്കറിയാം, നന്നായി മനസ്സിലാകും, 6 ലക്ഷം ജനങ്ങൾക്ക് കുറഞ്ഞ പക്ഷം അകലെയെങ്കിലും യാഗപീഠങ്ങൾ കാണണമെങ്കിൽ ഒരു യാഗപീഠം കൊണ്ടൊക്കത്തില്ല. പല യാഗപീഠങ്ങൾ പണിതു. അതിലെല്ലാം യാഗങ്ങൾ അർപ്പിച്ചു. യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ ആ യാഗമൃഗത്തിൻ്റെ രക്തം എൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അങ്ങനെ യാഗമൃഗത്തിൻ്റെ രക്തം കൊണ്ടുവന്നു. അതിൽ നേരെ പകുതി ബക്കറ്റുകളിലാക്കി തൊട്ടികളിലാക്കി മോശയുടെ കൈവശം വെച്ചു. ബാക്കിയുള്ള പകുതി യാഗപീഠത്തിൻ്റെ മേൽ ഒഴിച്ചു. യാഗങ്ങൾ കഴിഞ്ഞ ശേഷം മോശ ആ പകുതി ഉണ്ടായിരുന്ന രക്തമെടുത്ത് ജനത്തിൻ്റെ മേൽ തളിച്ചു. ഞാൻ പറയാം, 6 ലക്ഷം ജനത്തിൻ്റെ മേൽ നിശ്ചയമായും ഒരു തുള്ളി പോലും വീഴാൻ ഒക്കത്തില്ല. കാര്യം 6 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ കൂടുതലാണ്. കുറഞ്ഞ പക്ഷം മുമ്പിൽ നിന്ന 3 പുരോഹിതന്മാരുടെ മേലും 70 മൂപ്പന്മാരുടെ മേലും ഓരോ ചെറിയ തുള്ളിയൊക്കെ ആയിരിക്കാം, എങ്കിലും ചെന്ന് വീണിട്ടുണ്ട്. ജനത്തിൻ്റെ നേരെ തളിച്ചു. അത് കുറഞ്ഞ പക്ഷം ഈ മൂപ്പന്മാരുടെ മേൽ വീണു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളും ദൈവവും തമ്മിലുള്ള നിയമത്തിൻ്റെ രക്തമാണ്. ഈ നിയമരക്തം കൊണ്ടാണ് നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെട്ടത്. 1, നിങ്ങളുടെ അപ്രൂവൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ പൂർണ്ണമായി അനുസരിക്കും എന്ന ദൈവത്തിൻ്റെ അപ്രൂവൽ. 2, നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി അർപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു ദൈവകുഞ്ഞാടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അതിൻ്റെ നിഴലെന്ന് വേണം. പക്ഷെ നിങ്ങൾ ഇന്ന് കാണുമ്പോൾ ആദമിനെ ഏദനിൽ നിന്ന് വിടുവിച്ചയച്ച, ലോകസ്ഥാപനത്തിന് മുന്നമേ കുരലിറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തെ ഉപമിക്കുന്നതായ ഈ രക്തം നിങ്ങളുടെ നിയമരക്തമാണ് എന്ന് പറഞ്ഞ് ജനത്തിൻ്റെ മേൽ തളിച്ചു. ജനത്തിൻ്റെ മേൽ തളിച്ച ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങളെ നടത്തുന്നവനായ ദൈവം ആയിരിക്കും. ഈ ബ്ലഡ് കവനൻ്റോടുകൂടെയാണ് മഹായോഗം ആരംഭിക്കുന്നത്. പുറപ്പാട് പുസ്തകം 24-ൻ്റെ 8-ാമത്തെ വാക്യം. ഇപ്പോഴാരും വാക്യം വായിക്കണമെന്നില്ല, നമ്മുടെ സമയത്തിന് ഒത്തവണ്ണം ഞാനും കഴിവുള്ളിടത്തോളം വേഗത്തിൽ പോകുക. പുറപ്പാട് പുസ്തകം 24-ൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാണ്. തുടർന്ന് പുറപ്പാട് പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ
ഈ പറയുന്നത് ഈ കൽപ്പനകൾ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ പലയിടങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ഇത് ഓർപ്പിക്കുകയും പറയുകയും. ഇത് ദൈവത്തിൻ്റെ വേറൊരു ശൈലിയാണ്. ഒരു പ്രവചന ദൂത്, ഒരു വാഗ്ദത്ത ദൂത് ദൈവത്തിന് പറയാനുണ്ടെങ്കിൽ അത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. പ്രവചനം നിവർത്തിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവം ചോദിക്കുന്നേ ഇല്ല, ദൈവം തിരിഞ്ഞു നോക്കുന്നില്ല. നടക്കാനുള്ള കാര്യമാണെങ്കിൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും. അബ്രഹാമിനെ ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുക്കാം. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും, നിൻ്റെ സന്തതിക്ക് ഇന്ന സ്ഥലവും ഞാൻ കൊടുക്കും. പക്ഷേ ഇതൊന്നും നടന്നില്ല. 25 കൊല്ലം മാറി മാറി ദൈവം തന്നെ നേരിട്ട് പ്രവചിച്ചു. 25 വർഷം ദൈവം തന്നെ മാറി മാറി പ്രവചിച്ചു. ഒരു പ്രവാചകനായിരുന്നു പറഞ്ഞതെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കാമായിരുന്നു. ഇത് യഹോവയായ ദൈവം നേരിട്ട് പറയുക. എൻ്റെ പൊന്നെ, 20 കൊല്ലം പ്രവചിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല, പിന്നെ ഇത് തന്നെയാണെന്ന് പറയാനുള്ളത്. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിനൊരു സമയമുണ്ട്, ആ സമയമാകാതെ ദൈവം ചെയ്യത്തില്ല. ദൈവത്തിന് ഒരുപാട് കണക്ക് കൂട്ടലുണ്ട്, ഒന്നും രണ്ടും കാര്യങ്ങളല്ല. ഞാൻ ഇസ്രായേലിനോടുള്ള ഒരു ഉദാഹരണം മാത്രം പറയാം. അബ്രഹാമിനോട് അവസാനമായി കാളക്കുട്ടികളുടെയും മൃഗങ്ങളുടെയും കണ്ണങ്ങളുടെ നടുവിൽ നിന്ന് യഹോവയായ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരു പദമുണ്ട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അടിമകളായി പരദേശവാസം ചെയ്യും. അടുത്ത വാക്ക്, അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികയപ്പെട്ടിട്ടില്ല. നിങ്ങളെ കൊണ്ട് പാർപ്പിക്കേണ്ടത് ഇന്ന് അമോര്യർ പാർക്കുന്ന നാട്ടിലാണ്. അവരെ അവിടുന്ന് മാറ്റണമെങ്കിൽ അവരുടെ അകൃത്യം തികയണം. അവന്മാർ പാപം ചെയ്യുന്നവരാണ്, പക്ഷേ പതുക്കെ പതുക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് തികയുന്നില്ല. ഇത് തികയാതെ അവന്മാരെ മാറ്റാനൊക്കത്തില്ല. ദൈവത്തിന് എല്ലാവരോടും കരുണയുണ്ട്, നീതിയുണ്ട്. പലരുടെയും കാര്യങ്ങളിൽ ദൈവം തികയാൻ കാത്തിരിക്കുക എന്നുള്ളത് മറക്കണ്ട. ഇവരുടെ അകൃത്യം തികഞ്ഞ ശേഷം ഇവരെ മാറ്റാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ചെയ്യാനൊക്കത്തില്ല. അബ്രഹാമേ, 25 വർഷം മുമ്പേ നിനക്ക് ഇസഹാക്ക് ഉണ്ടായിരുന്നെങ്കിൽ, കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കത്തില്ലായിരുന്നു. ഞാൻ വേറെ 2-3 കാര്യങ്ങളൂടെ പറയാം. അബ്രഹാമിനെ ദൈവം ജാതികത്വത്തിൽ നിന്നാണ് വിളിച്ചത്. അബ്രഹാം തനി ജാതിയായിരുന്നു, അല്ലാതെ വേറൊന്നുമില്ല. വെറും ജാതിയായിരുന്നു. അവിടെ നിന്ന് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ച് ഒന്ന് ശുദ്ധീകരിച്ചു, ദൈവത്തെ അനുസരിക്കാനായി ആവശ്യപ്പെട്ടു. സാറയെയും ദൈവം വിളിച്ചു, ഒന്ന് ശുദ്ധീകരിച്ചു. പക്ഷേ ഇവരിൽ 2 പേരും അജാതികീയ ചിന്താഗതികൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിൻ്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനുള്ള ദേശത്തേക്ക് പോകാൻ. ഈ വിളിക്കകത്ത് അബ്രഹാമും ഉണ്ട്, സാറായും ഉണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പനും അമ്മയും ചേട്ടനും ചേട്ടൻ്റെ മക്കളും എല്ലാം കൂടെ പോരുന്നത്. പറഞ്ഞെങ്കിലും വേണ്ടതുപോലെ അബ്രഹാം അനുസരിച്ചില്ല, സാറയെ അനുസരിച്ചില്ല. ഇതും കഴിഞ്ഞ് ഇസഹാക്കിന് ഒരു മകളെ, ഒരു ഭാര്യയെ എടുക്കണമെന്ന് കണ്ടപ്പോൾ അബ്രഹാം പിന്നെയും പറഞ്ഞു, തിരിച്ചുപോയി എൻ്റെ നാട്ടിൽ ഞങ്ങളുടെ ചാർച്ചയിൽ നിന്ന് തന്നെ കൊണ്ടുവരാം, ഇത് അഴുക്ക് കളയാനല്ലേ പറഞ്ഞത്. ഇതൊന്നും അബ്രഹാം കേട്ടിട്ടില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അബ്രഹാമിനുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെയും സാറയുടെയും ആ ശരീരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ദൈവത്തിന് വിശുദ്ധനെന്നോ വിശ്വസ്തനെന്നോ വിളിക്കാനൊക്കത്തില്ല. ഈ ആശയം മറക്കല്ലേ. അതുകൊണ്ട് പുത്രോൽപാദനത്തിന് അബ്രഹാമിൻ്റെ ശക്തി ക്ഷയിച്ചു, അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി എന്ന് അബ്രഹാം തിരിച്ചറിഞ്ഞു. സാറയുടെ അജാതീയ ശരീരം നിർജീവമായി എന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞേച്ച് കർത്താവ് പറഞ്ഞു, ഞാനൊന്ന് പുനർജീവിപ്പിക്കാൻ പോകുകയാണ്. ഇനി ഉണ്ടായി വരുന്ന ശരീരത്തിന് ജാതിക്ക് അവകാശമില്ല. ഇനി ഉണ്ടായി വരുന്ന ശരീരത്തിന് യാതൊരുത്തിനും അവകാശം പറയാനില്ല. അത് എൻ്റെ വകയാണ്. അങ്ങനെ 2 പേരുടെയും ശരീരങ്ങളെ റീജനറേറ്റ് ചെയ്തിട്ടാണ് അബ്രഹാമിന് ദൈവം ആദ്യത്തെ കുഞ്ഞിനെ കൊടുക്കുന്നത്, അഥവാ ഇസഹാക്കിനെ കൊടുക്കുന്നത്. എനിക്കൊന്ന് എന്തുകൊണ്ട് ഒരുപാട് താമസിച്ചു എന്നതിൻ്റെ പല വിശദീകരണങ്ങൾ. ദൈവത്തിന് ഭയങ്കര കണക്കുകൂട്ടലുകളാണ്. 1-2 കാര്യങ്ങളിലുള്ള കോടാനുകോടി നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ച് തമ്മി മുട്ടാതെ തക്ക സമയത്ത് ഓരോന്നും പാസ് ചെയ്യത്തക്ക വേണം പ്രപഞ്ചത്തെ നിയമിച്ചവന് കണക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ നോക്കും? ഇതിനെല്ലാം കണക്കുകളുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ദൈവം ചെയ്യാറുള്ളൂ. ഓക്കെ, ആ അബ്രഹാമിനോട് അങ്ങനെ പല പ്രാവശ്യം ദൈവം വാക്ക് പറയേണ്ടതായി വന്നു. ദൈവം ഇത് ഒടുവിൽ ചെയ്തു. പക്ഷേ അബ്രഹാമിനോട് നിയമം കൊടുത്തേച്ച് തലമുറകളുടെ കാലത്ത് മുഴുവനും ഇത് ആവർത്തിക്കുകയാണ്. നിങ്ങളെൻ്റെ നിയമത്തിൽ നിൽക്കണം, നിങ്ങളെൻ്റെ നിയമത്തിൽ നിൽക്കണം, നിങ്ങളെൻ്റെ നിയമത്തിൽ നിൽക്കണം. നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾ എനിക്കൊരു വിശുദ്ധ ജനമായിരിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇതിൻ്റെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗർഭമലസുന്ന മച്ചിയും നിൻ്റെ ദേശത്തുണ്ടാകയില്ല, നിൻ്റെ ആയുഷ്കാലം ഞാൻ പൂർത്തീകരിക്കും. ഇത് സത്യമായും ഒരു അനുഗ്രഹത്തിൻ്റെ പദമാണ്.
അങ്ങനെയാണെങ്കിൽ ഗർഭമലസുന്നതും മച്ചിയും എന്ന് പറഞ്ഞാൽ ഒരു ഭാവി തലമുറ ഉണ്ടാകാതെ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ശാപത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലുള്ള പല സഭകളെക്കുറിച്ച് ഞാൻ പലപ്പോഴും ദുഃഖത്തോടെ ചിന്തിക്കുകയും പലയിടങ്ങളിൽ പറയുകയും ചെയ്തതാണ്. ചെറുപ്പക്കാരുടെ ഒരു നിര കാണാനേ ഇല്ല, അഥവാ ഉണ്ടെങ്കിലും അവർ ആരാധനയ്ക്ക് പോകുന്നില്ല എന്നവർ തീരുമാനിച്ചു. ആളുകളുടെ എണ്ണം തന്നെ കുറവാണ്, ഉള്ളവരും പോകുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഒരു അനന്തര തലമുറയെ കാണാനില്ല. ഞാൻ ദുഃഖത്തോടെ അതിദുഃഖത്തോടെ ഒരു പ്രത്യേക വ്യക്തിയെ ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു, ആരോടും പറയാതെ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തലമുറയിൽ ദൈവത്തിനു വേണ്ടി അതിശക്തമായി നിന്ന ഒരപ്പച്ചൻ്റെ 4ാം തലമുറ ഒരു മോന് ഇപ്പം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അവൻ ചർച്ചിൽ പോകുന്നില്ലെന്ന് മാത്രമല്ല ദൈവത്തിന് വിരോധമായി ഒരുപാട് സംസാരിക്കും. അപ്പോൾ ആ മോനോട് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞടാ, നമ്മുടെ അപ്പൻ ഇന്നാരായിരുന്നു, ഈ അമ്മച്ചൻ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് അനന്തരവന് തഴമ്പുണ്ടാകത്തില്ലെന്ന് പറയുന്നത് പോലെയുള്ളൂ. വല്യപ്പൂപ്പൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഈ അപ്പനും അമ്മയൊന്നും നന്നായി ജീവിക്കുന്നവരൊന്നും അല്ല, അവർ മര്യാദപ്പാപികളായി ജീവിക്കുന്നവരാണ്. എന്നാലും നമ്മുടെ വല്യപ്പൻ ഇന്നതായിരുന്നടാ മോനെ, ഇന്ന പേരൊക്കെ ഉള്ളതായിരുന്നു, നീ ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത്. അവൻ നേരെ തിരിഞ്ഞ് ചോദിച്ചത്, എന്നെ കോളേജ് വിട്ടത് നിങ്ങളല്ലേ, നിങ്ങളുടെ കാശ് മുടക്കിയല്ലേ എന്നെ കോളേജ് വിട്ടത്, അവിടെ പഠിപ്പിച്ച ദൈവം ഇല്ലെന്ന്. അത് പഠിക്കാനല്ലേ പിന്നെ നിങ്ങൾ എന്നെ എന്തിനു വിട്ടു എന്ന് തുറന്നു പറ. അവർക്കും വാക്കില്ല, യാതൊരു മറുപടിയുമില്ല. അത്രത്തോളം അധപ്പതിച്ചു. ഇവിടെ ഇസ്രയേലിനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ എൻ്റെ വകയാണെങ്കിൽ നിങ്ങൾക്കൊരു അനന്തര തലമുറ ഉണ്ടാകും. നിങ്ങളുടെ തലമുറ നിന്നു പോകുന്നൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ദൈവം ഒരു അനന്തര തലമുറയെ തരും. ഗർഭമലസുന്നവളും മച്ചിയും നിൻ്റെ ദേശത്തുണ്ടാകയില്ല. നിൻ്റെ ആയുഷ്കാലം നീ പൂർത്തീകരിക്കും. ഒരനുഗ്രഹം ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. ഞാൻ 2-3 ആശയങ്ങൾ ഒന്നിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശാപമായിരുന്നുവെന്ന് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യം നമുക്കൊന്ന് നോക്കാം. അത് നോക്കിയാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ, എലീശ പ്രവാചകൻ ഇരട്ടി അഭിഷേകത്തോടുകൂടെ വരുന്ന സമയത്ത് യെരിഹോവിലെ പട്ടണക്കാർ വന്ന്, അതിൻ്റെ നേതാക്കന്മാർ വന്ന് എലീശയോട് പറഞ്ഞത്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ, എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശവുമാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞു. യജമാനനെ നോക്ക്, പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്, പക്ഷേ ഇവിടുത്തെ വെള്ളം ഗർഭനാശമുള്ളതാണ്, ഞങ്ങൾക്കൊരു തലമുറ ഉണ്ടാകത്തില്ല, ഇതിനകത്ത് ഞങ്ങൾക്കൊരു ഐശ്വര്യം ഉണ്ടാകുന്നില്ല. ഇരിപ്പ് മനോഹരമാണെങ്കിലും ഐശ്വര്യം ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു വിടുതലിൻ്റെ വാഗ്ദത്വമായി കൂടെ ഇത് ഇരിക്കട്ടെ. ഞങ്ങൾക്കൊരു തലമുറയില്ല, കാര്യം ഇത് ഗർഭനാശമുള്ള ഇടമാണ്. ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ, കർണാടകത്തിൽ 1-2 സ്ഥലങ്ങളുണ്ട്, 1-2 മലമ്പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ മൈനുകളുണ്ട്, ഓരോ മൈനുകൾ. എനിക്കൊന്ന് ഒരെണ്ണം മൈക്കായി എടുക്കുന്ന ഒരു മൈനാണ്, വേറൊരെണ്ണം സ്റ്റീൽ എടുക്കുന്ന ഒരു മൈനാണ്. ഈ 2 സ്ഥലങ്ങളെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിലുള്ള പറച്ചിൽ, അവിടെ ചെല്ലുന്നവർക്ക് നല്ല ശമ്പളമാണ്, സാമാന്യഗതിയിൽ നല്ല ശമ്പളം കിട്ടും. പക്ഷേ ആ മലയിൽ നിന്ന് താമസം കഴിഞ്ഞ് പോകുമ്പോൾ 5 രൂപ കൊണ്ടുപോകാൻ കാണുകയില്ല, കിട്ടുന്നത് അവിടെ തന്നെ ചിലവാകും. ഒരുത്തിന് ക്ഷയരോഗമായിരിക്കും, വേറൊരുത്തിന് വേറൊരു രോഗമായിരിക്കും, എന്തെങ്കിലും ഒരു രോഗം വന്നിരിക്കും, അവിടെ തന്നെ ചിലവാകും. അവരവിടുന്ന് പോകത്തില്ല. അത് അവിടുത്തെ മലദേവതയുടെ പ്രത്യേകതയാണ്. ചെല്ലുന്നവർക്ക് നല്ല ഐശ്വര്യമായിരിക്കുമെങ്കിലും കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ല. പുള്ളി അങ്ങ് തിരിച്ചു പിടിക്കും എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. രണ്ടായാലും ഈ പട്ടണത്തിൻ്റെ സ്ഥിതി ഇതാണ്. ഇവിടുന്ന് ആരും ഒന്നും കൊണ്ടുപോവുകയില്ല, ഇവിടുന്നൊരു തലമുറയില്ല. എന്തുകൊണ്ട് ഈ സാഹചര്യം അവിടെ ഉണ്ടായി? യോശുവയുടെ പുസ്തകം പഠിച്ചു വരുമ്പോൾ, പണ്ടൊരിക്കൽ യോശുവ ഈ യെരിഹോ പട്ടണത്തെ ഒന്ന് ശപിച്ചതാണ്. ഇന്ന് ഈ പട്ടണം ശപിക്കപ്പെട്ടതാകട്ടെ, ഇതിന് എന്തെങ്കിലും ഒരു കാലത്ത് പണിയുന്നവനും ശപിക്കപ്പെട്ടവനാകട്ടെ, അവൻ്റെ മക്കൾ മരിക്കട്ടെ എന്നിത്യാദി ചില ശാപപദങ്ങൾ അന്ന് ഉച്ചരിച്ചത് കിടക്കുന്നു. യോശുവ അതുകൊണ്ട് ഈ ശാപം ഞങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഗർഭനാശമുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത് ആ വാക്കിനെ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുക. യോശുവയുടെ വാക്കുകളെ ഇവിടെ എലീശ പ്രവാചകൻ ക്യാൻസൽ ചെയ്ത് വെച്ച് പറഞ്ഞു, ആ വാക്കുകൾ ഞാനിവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി മേലാൽ ആ വാക്ക് ബാധകമല്ല, ഇനിയും ആ പ്രശ്നം ഉണ്ടാകുകയില്ല. ഞാൻ ഈ വെള്ളത്തെ പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ പറഞ്ഞു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർക്കും
സിമിലർ അനുഭവങ്ങളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ കർത്താവിൻ്റെ ദാസൻ എന്ന പദവിയിൽ നിന്നുകൊണ്ട് ഞാനും വിളിച്ചു പറയട്ടെ, ആ വാക്കുകളെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. ഒരു അഭിവൃദ്ധി നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാകട്ടെ. ഇനി ആവർത്തന പുസ്തകം 7:15 വരുമ്പോൾ, യഹോവ സകല രോഗവും നിങ്കിൽ നിന്ന് അകറ്റിക്കളയും, നീ അറിഞ്ഞിരിക്കുന്ന മിസ്രയീമ്യരുടെ ദുർവ്യാധികളിൽ ഒന്നും ഞാൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ കൊണ്ടു നടക്കും. ഇതിനകത്ത് മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. രോഗശാന്തിയെക്കുറിച്ചും വിടുതലുകളെക്കുറിച്ചും ഏതെല്ലാം പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ടോ അവരെല്ലാം സഭയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും മടങ്ങി വരാം. മിസ്രയീമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിൽ ആരംഭത്തെങ്കിൽ ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നത് മാറായിൽ വെച്ചാണ്. അവിടെ വെച്ച് അവരോടൊരു വ്യവസ്ഥ കൊടുത്തു, പ്രമാണം കൊടുത്തേച്ചു പറഞ്ഞു, നിങ്ങൾ ഈ പ്രമാണം ആചരിച്ചോണം, നിങ്ങൾ എൻ്റെ വകയായിരിക്കും. തുടർന്ന് ഒരു മഹായോഗം വിളിച്ചുകൂട്ടി. ആ മഹായോഗത്തിൽ വെച്ച് രക്തം അവരുടെ മേൽ തളിച്ച ശേഷം പറഞ്ഞു, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള നിയമത്തിൻ്റെ രക്തമാണ്, ഇതൊരു മഹായോഗമാണ്. ഇവിടെ വെച്ച് നമ്മൾ ഉടമ്പടികളെ പുതുക്കുകയാണ്. ഇനിയും ഈ കവനൻസ് തെറ്റിക്കാൻ പാടില്ല. നിങ്ങളെൻ്റെ വ്യവസ്ഥ തന്നെ സൂക്ഷിച്ചോണം. ഈ വ്യവസ്ഥകൾ സൂക്ഷിക്കണമെന്നും ദൈവത്തിൻ്റെ രോഗശാന്തിയും വിടുതലുകളും നിങ്ങൾക്കുള്ളതാണെന്നും പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ വിളിച്ചു പറഞ്ഞു. മാത്രവുമല്ല, ആഴ്ചതോറും അവരെ ശനിയാഴ്ച തോറും ശബത്ത് തോറും കൂടുന്നതായ സഭായോഗങ്ങളിൽ പാടേണ്ടതിന് എഴുതിയുണ്ടാക്കിയ സങ്കീർത്തന പുസ്തകങ്ങളിൽ മുഴുവനും വിടുതലുകളെക്കുറിച്ചും സൗഖ്യത്തെക്കുറിച്ചും പാടുന്നതായി കാണാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ശനിയാഴ്ചയും ഒരു പ്രാവശ്യമെങ്കിലും ആവർത്തിച്ച് ദൈവിക വിടുതലുകളെക്കുറിച്ചും ദൈവപ്രമാണത്തെക്കുറിച്ചും അവരെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ പതിവായിരുന്നു. ഡെലിവറൻസ് എന്ന ആശയത്തിലേക്കാണ് തിരിയുന്നതെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകം 53:5 ഞാൻ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 53:5 വാക്യത്തിൽ, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. പണ്ടണ്ട രക്തം കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ തളിച്ചല്ലോ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് യെശയ്യാവ് വിരൽ ചൂണ്ടുകയാണ്. യെശയ്യാവിനെ വിളിക്കുന്നത് പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന. സുവിശേഷങ്ങൾ പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ഒരു കാരണമുണ്ട്. സദ്വർത്തമാനങ്ങളും സതുപദേശങ്ങളും അദ്ദേഹം കൊണ്ടുവന്നു. അതിപ്രധാനമാകും യേശുക്രിസ്തുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് യെശയ്യാവാണ് വിളിച്ചു പറഞ്ഞത്. ആ കാരണത്താൽ യെശയ്യാവിനെ പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് വിളിക്കാം. മാത്രവുമല്ല, ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും എന്ന വിഷയം അദ്ദേഹം എന്നും തൊടുന്നത് കൊണ്ട് അദ്ദേഹത്തെ പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് വിളിക്കാം. അദ്ദേഹം നിന്നയിച്ചു പറഞ്ഞു, പണ്ടൊരിക്കൽ നിങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ ആ രക്തം തളിച്ചിരുന്നല്ലോ, ഈസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച്, അന്ന് ബ്രഷ് കിട്ടത്തില്ലായിരുന്നു, അതിന് പകരം ബ്രഷ് ഉണ്ടാക്കിയിരുന്നത് ഈസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച്, അതുകൊണ്ടായിരുന്നു. അത് രക്തത്തിൽ മുക്കി നിങ്ങളുടെ മേൽ തളിച്ചതാണ്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി യഥാർത്ഥ രക്തം ചൊരിയപ്പെടാൻ പോകുകയാണ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത് പഴയ നിയമത്തിൻ്റെ സുവിശേഷകൻ പറഞ്ഞു നിർത്തിയത് മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തലന്മാർ ഇതിനെ എടുത്തു പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന പദമുണ്ട്. ഇവിടെ ഞാൻ നിന്നുകൊണ്ട് വേറൊരു മറുവശത്തേക്ക് തിരിയാൻ താല്പര്യപ്പെടുക. എന്നുവരെ നാം പ്രമാണത്തിൽ നിൽക്കും, അന്നുവരെയാണിത് ബാധകം. ഭയങ്കര പ്രാധാന്യമുള്ളൊരു വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആ വിഷയം നമ്മുടെ ഈ ചർച്ചിനോട് തൊടുവാൻ, ഈ ചർച്ചിനോട് മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ UAE വിസിറ്റിൽ ഞാനിവിടെ 10 ദിവസത്തോളം കാണും. ഓരോ സ്ഥലത്തും ഒരു തൊട്ടെന്ന് വരാം. ദൈവം എന്നോട് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ ആശയം തൊടുകയാണ്. എന്നുവരെ നിയമത്തിൽ നിൽക്കും, അന്നുവരെ ആയിരിക്കും ഈ വിധികൾ. നല്ല ഉദാഹരണങ്ങൾ 2-3 എന്നിട്ട് എടുക്കാൻ പോകാം. ലേവി എന്നൊരാളിനെ നമുക്ക് ഇസ്രായേലിൽ കാണാം. ലേവി, അദ്ദേഹം പുരോഹിതനായി അഭിഷക്തനായിരുന്നു. ലേവി ആരംഭത്തിങ്കൽ ശപിക്കപ്പെട്ടവനായിരുന്നു. എനിക്ക് തോന്നുന്ന ലേവിയെ നമ്മളിൽ പലർക്കും ഓർമ്മ കാണും. അദ്ദേഹം തൻ്റെ അപ്പൻ്റെ വാക്ക് അനുസരിക്കാതെ ധാർഷ്ട്യം കാണിച്ചു പോയ കാരണത്താൽ ലേവി ശപിക്കപ്പെട്ടവൻ എന്ന് യാക്കോബിൻ്റെ വാഗൊണ്ട് തന്നെ പറഞ്ഞതാണ്. ലേവി ശപിക്കപ്പെട്ടവനെന്ന് യാക്കോബിൻ്റെ വാഗൊണ്ട് തന്നെ പറഞ്ഞതാ. ഇങ്ങനെ ശപിക്കപ്പെട്ട് നടന്ന ലേവി ഒരു ദിവസം പ്രത്യേക ദൈവിക അരുളപ്പാടിൻ്റെ മുമ്പിൽ എടുത്തു ചാടി ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചതിനാൽ, അത്രേ ഞാൻ അതിനെക്കുറിച്ച് തൊടുന്നുള്ളൂ.
ലേവിയുടെ മേലുള്ള ശാപം പൊട്ടിച്ചു എന്ന് മാത്രമല്ല, ശാപം പൊട്ടിക്കെട്ടിയവനെ ദൈവം പുരോഹിതനായി അങ്ങ് നിയമിച്ചു. എന്നിട്ട് പറഞ്ഞു, ലേവി പൗരോഹിത്യം എൻ്റെ സന്നിധിയിൽ നിത്യപൗരോഹിത്യമായിരിക്കും. ഞാൻ റെഫറൻസുകൾ എടുക്കുന്നില്ല. ലേവി പൗരോഹിത്യം എൻ്റെ മുമ്പിൽ നിത്യപൗരോഹിത്യമായിരിക്കും. പക്ഷേ ലേവി അഭിഷേകം പ്രാപിച്ചതുപോലെ തന്നെ അവൻ്റെ മക്കളും അഭിഷേകം പ്രാപിക്കണം. ലേവിയെ എങ്ങനെ വെള്ളത്തിൽ കുളിപ്പിച്ചോ അതുപോലെ മക്കളെയും കുളിപ്പിക്കണം. ലേവിയെ എങ്ങനെ കരപൂരണം ചെയ്തോ അതുപോലെ മക്കളെയും കരപൂരണം ചെയ്യണം. ലേവിയെ എങ്ങനെ വസ്ത്രം ധരിപ്പിച്ചോ അതുപോലെ തന്നെ മക്കളെയും വസ്ത്രം ധരിപ്പിക്കണം. എന്നിട്ട് അവരെയും അഭിഷേകം ചെയ്ത് പുരോഹിതന്മാരാക്കണം. ലേവി പൗരോഹിത്യം നിത്യപൗരോഹിത്യമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, അനുദപിക്കത്തുമില്ല. ഇത് ഭയങ്കരമായി. ലേവി പൗരോഹിത്യം നിത്യപൗരോഹിത്യമായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, അനുദപിക്കുകയുമില്ല. ഇതിനേക്കാൾ കൂടുതലൊരു ഉറപ്പ് കൊടുക്കാനില്ല. കാലത്തിൻ്റെ പോക്കിൽ ഇസ്രായേൽ പാപം ചെയ്തു. ഇസ്രായേൽ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കാതെ വിടാൻ ഒക്കത്തില്ല. അതുപോലെയുള്ള പാപം ചെയ്തു. ഇസ്രായേൽക്കാർ അന്യജാതികളിൽ നിന്ന് വിവാഹിതരായി. അന്യജാതിക്കാരെ പാളയത്തിനകത്തു കൊണ്ടുവന്നു. ഇതൊക്കെ ദൈവം അങ്ങേയറ്റം വെറുക്കുന്ന പാപങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യഹോവയുടെ ആത്മാവ് ഒരു പുരോഹിതൻ്റെ കൊച്ചുമോൻ്റെ മേൽ വന്ന് അവൻ എഴുന്നേറ്റ് ഒരു കുന്തവുമായി ചെന്ന് ഇപ്രകാരം പാപം ചെയ്ത ഒരു പുരോഹിതനെയും അദ്ദേഹം കൊണ്ടുവന്ന പെൺകുട്ടിയെയും ഒരുമിച്ച് ഒറ്റക്കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഇവൻ തിരിച്ചു വന്നപ്പോൾ യഹോവയായ ദൈവം വീണ്ടും പറഞ്ഞു, ഈ കൊച്ചൻ പോയി ഈ മഹാകൃത്യം കാണിച്ചതിനാൽ യഹോവയുടെ കോപം ഇപ്പോൾ ജനത്തെ വിട്ടുമാറി. മാത്രമല്ല ഇവൻ്റെ പൗരോഹിത്യം സ്ഥിരകാലമായിരിക്കും. ഞാൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ദൈവം ഇത് പറഞ്ഞതാ. ഒരിക്കൽ പൗരോഹിത്യത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായപ്പോൾ ഓരോ ഗോത്രങ്ങളും ഓരോ വടികൾ വീതം കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെക്കാൻ ആവശ്യപ്പെട്ടു. ദൈവസന്നിധിയിൽ വെച്ചു. അതിനകത്ത് അഹരോൻ്റെ പേരെഴുതിയ ലേവി ഗോത്രത്തിൻ്റെ പൗരോഹിത്യം സ്ഥിരമാണെന്ന് കാണിക്കേണ്ടതിന് ആ ഉണങ്ങിയ കമ്പ് എഴുന്നേറ്റ് പൂത്ത് കായ്ച്ച് നിന്നതായി നമുക്കറിയാം. ഇങ്ങനെ റീഅഷ്വേർഡ് ആൻഡ് അഗെയിൻ റീഅഷ്വേർഡ് ഇതങ്ങ് സ്ഥിരമായി അങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഏലി പുരോഹിതൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഏലി പുരോഹിതൻ രംഗപ്രവേശനം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ വഴിതെറ്റി നടന്നു. ഓഫ്നിയും ഫിനെഹാസും നമുക്ക് നന്നായി അറിയാം. ഏതോ ഒരു പ്രവാചകനെ ദൈവം അയച്ച് പുരോഹിതനോട് സംസാരിച്ചു, നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മര്യാദയിലല്ല, അവർ വഴിതിട്ട് നടക്കുന്നു. അദ്ദേഹം ഗുണദോഷിക്കാൻ ശ്രമിച്ചോ ഇല്ലയോ നമുക്ക് വ്യക്തമായ തെളിവില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ അരുതെന്നൊക്കെ ഉഴപ്പി പറഞ്ഞതേ ഉള്ളോ, വടിയെടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടായാലും പിള്ളേരെ കറക്റ്റ് ചെയ്യാൻ ഒക്കാതെ വന്നു. അങ്ങനെ വന്നതോടുകൂടെ യഹോവയായ ദൈവം തീരുമാനിച്ചു, ഇനി ഇവന്മാരെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ലേവിയോട് ഇത് നിത്യപൗരോഹിത്യമായിരിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം. ലേവിയുടെ മക്കൾ ലേവി അഭിഷേകം ചെയ്തതുപോലെ തന്നെ ചെയ്യപ്പെടണം എന്ന് കൽപ്പിച്ചവനായ ദൈവം തുടർന്ന് 2-3 ആവർത്തി ഉണങ്ങിപ്പോയ മരത്തിൻ്റെ ബദാമിൻ്റെ കമ്പിനെ പച്ച പിടിപ്പിച്ച് കൊണ്ട് നട്ടതല്ല, ചുമ്മാതിരിക്കുന്നത് പൂക്കുമാറാക്കി അഭിഷേകം തെളിയിച്ച ദൈവം. ഇനി ഒരിക്കലും ഇത് മാറുകയില്ല എന്ന് ഫിനെഹാസിൻ്റെ കാലത്ത്, അദ്ദേഹമാണ് കുത്തിക്കൊന്ന പുള്ളി, ഫിനെഹാസിൻ്റെ കാലത്ത് പിന്നെയും റീഅഷ്വർ ചെയ്ത ദൈവം. ഇപ്പോൾ ഏലിയുടെ അടുക്കൽ ഒരു പ്രവാചകനെ അയച്ചു പറഞ്ഞു, ഇത് ചെയ്യരുത്. പക്ഷേ ആ ഏലിയെ കൊണ്ട് കറക്ഷൻ കൊണ്ടുവരാൻ കഴിയാതെ പോയി. ഏലിയെ കൊണ്ട് കറക്ഷൻ കൊണ്ടുവരാൻ കഴിയാതെ പോയതുകൊണ്ട് ഒരു ശമൂവേലിനോട് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ശമൂവേലിനോട് സംസാരിക്കാൻ തുടങ്ങിയേച്ചു പറഞ്ഞു, ഏലിയുടെ പൗരോഹിത്യം ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പറിച്ചു കയറാൻ പോവാ. ദൈവമേ, എന്തുവായി പറയുന്നത്? 4 പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം മറ്റൊരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാത്തതിനാൽ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്ത സ്വർഗത്തിലെ ദൈവം 4 പ്രാവശ്യം തലമുറകൾ മാറി ഈ സത്യമെല്ലാം കഴിഞ്ഞേച്ച് ഇപ്പോഴീ പൗരോഹിത്യം എടുത്തു മാറ്റുന്നത് എന്തുകൊണ്ട്? എന്നിട്ട് പറഞ്ഞു, ഈ പൗരോഹിത്യം നിലനിർത്തത്തക്കവണ്ണം ഏലിയുടെ പാപത്തിന് ഒരു പ്രത്യേക പദമുണ്ട്. യാഗം കൊണ്ടോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ വാക്യം? യാഗം കൊണ്ടോ വഴിപാടുകൊണ്ടോ ഒരു കാലത്തും വിടുതലില്ല. അവൻ പ്രമാണം തെറ്റിച്ചുപോയി, ഗൗരവമായി തെറ്റിച്ചു. യാഗം കൊണ്ടോ വഴിപാടുകൊണ്ടോ ഒരു കാലത്തും. ആ പദം എന്നെ ഒരു 6 മാസത്തിന് മുമ്പേ
വല്ലാതെ പിടിച്ചു കുലുക്കി. ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ നെവർ 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 ആ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ യാഗം കാൽവറിയിലാണ് നടന്നത്, അതുകൊണ്ട് പോലും ഏലിക്ക് പ്രയോജനമില്ല. കാര്യം ഒരു കാലത്തും ഒരു യാഗം കൊണ്ടും ഒരു കാലത്തും ഒരു വഴിപാട് കൊണ്ടും പ്രയോജനമില്ലാത്തതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചാൽ ഏലി ഇനി നിന്റെ മേൽ രാജ്യത്വം തുടരുകയില്ല. ഏലിയോട് പറയുന്ന പദമുണ്ട്, ഈ പൗരോഹിത്യം നിന്റെ വകയായിരിക്കുമെന്നും ലേവിയുടെ കുടുംബത്തിൻ്റെ വകയായിരിക്കുമെന്നും ഞാൻ പല പ്രാവശ്യം സത്യം ചെയ്തു. സത്യം, പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കയില്ല. യാഗം കൊണ്ടും വഴിപാട് കൊണ്ടും വിടുതലില്ലാത്തതുപോലെ നീ തെറ്റിലകപ്പെട്ടതിനാൽ പൗരോഹിത്യം നിങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നു. ഭയങ്കരമാ. ദൈവപ്രമാണത്തിൽ നിന്ന് മാറിയാൽ ദൈവവും പ്രമാണത്തിൽ നിന്ന് മാറും. മുമ്പേ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ചില കാലഘട്ടങ്ങളിലേക്ക് ഒരു ബലഹീനത സംഭവിച്ചാൽ ആ കാലഘട്ടം മറക്കും. പക്ഷെ ഒരു വ്യക്തിയിൽ നിന്ന് ക്ഷമിക്കപ്പെടാൻ കഴിയാത്തതുപോലെ ദൈവം പ്രശ്നം കണ്ടാൽ ആ പ്രശ്നത്തിൽ നിന്ന് അവരെ എടുത്തു മാറ്റും. ഞാൻ രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് പോകുകയാണ്. ദാവീദിനെ ദൈവം വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തേച്ചു പറഞ്ഞു, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ അവൻ്റെ സന്തതികൾ ഒരുവൻ ഇല്ലാതെ ഇരിക്കയില്ല. എന്നും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ദാവീദിനൊരു സന്തതി ഉണ്ടായിരിക്കും. ദൈവം ഇത് ദാവീദിനോട് വാക്ക് പറഞ്ഞു. ദാവീദ് പാപമൊക്കെ ചെയ്തതിന് തന്നെ ശിക്ഷിച്ചു, മാറ്റി നിർത്തേണ്ടിടത്തുനിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ ഇരുന്നാലും ഞാനത് ഒന്ന് തൊട്ടേക്കാം. ദാവീദ് പാപം ചെയ്തു, അതിനുശേഷം ദൈവം അദ്ദേഹത്തെ ശിക്ഷിച്ച് വെറുതെ വിട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയൊന്നും അല്ല, ദൈവം വെറുതെ ഒന്നും വിട്ടില്ല. പാപം ശിക്ഷിക്കപ്പെടും. ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്തേ മതിയാകൂ. എൻ്റെ ഹിതപ്രകാരമുള്ള ദാവീദ് എന്ന് പറഞ്ഞു. സംഗതി സത്യമാണ്. എന്നാൽ ദാവീദിൻ്റെ പാപത്തിന് ദാവീദ് ശിക്ഷിക്കപ്പെട്ടു. ദാവീദ് ശിക്ഷിക്കപ്പെട്ടു. ഒരു അന്യസ്ത്രീയുമായി അദ്ദേഹം അയോഗ്യമായി ബന്ധപ്പെട്ടു. ആരും അറിയാതെ രഹസ്യത്തിൽ. ഒരൊറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല, രഹസ്യത്തിലാണ് ബന്ധപ്പെട്ടത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, നീ ആരും അറിയാതെ രഹസ്യമായി ചെയ്തെങ്കിലും നിന്റെ ഭാര്യമാരെ സൂര്യ വെളിച്ചത്തിൽ പട്ടപ്പകൽ വ്യഭിചരിക്കുന്നത് നീ കണ്ടിരിക്കും, അല്ലെങ്കിൽ നീ അറിഞ്ഞിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ ഈ ദാവീദിൻ്റെ ഭാര്യമാരെ, വെപ്പാട്ടികളെ അവൻ്റേതാക്കി എടുത്തുവെന്നും ഒരു വെൺമാടത്തിൽ വെച്ച് ഇത് ചെയ്തുവെന്നും. വെൺമാടമെന്ന് പറഞ്ഞാൽ മേളിൽ വെയിലടിക്കാതെ കവറിങ് ഉണ്ടെങ്കിലും സൈഡ് വോൾ ഇല്ലാത്ത ഒന്നിൽ എന്ന് പറഞ്ഞാൽ വരുന്നവന് മുഴുവനും കാണത്തക്കതുപോലെ പകൽ അവരെ പരസ്യക്കോലമാക്കുവാൻ സ്വന്തം മകൻ തീരുമാനിച്ചു. അവിടെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം മറ്റും തൊടുന്നില്ല. ദാവീദിനെ അങ്ങേയറ്റം ശിക്ഷിച്ചു. 4 ഇരട്ടി ശിക്ഷയാണ് ദാവീദ് ഏറ്റെടുത്തത്. ഒരു ഇരട്ടിയല്ല, 4 ഇരട്ടി ശിക്ഷ ദാവീദ് പ്രാപിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സകലതും തീർന്നല്ലോ, മിടുക്കനായി മനോഹരമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് യഹോവയുടെ ആലയം പണിയാനുള്ള പരിപാടികളായത്. ദാവീദിനെ ദൈവം വിശ്വസിച്ചേൽപ്പിച്ചു. ആലയം പണിയേണ്ടതിനു വേണ്ടി ആലയത്തിൻ്റെ അളവ് വരെ യഹോവയായ ദൈവം തൃക്കരങ്ങൾ കൊണ്ട് കുറിച്ചു കൊടുത്തു. ഇത് ഭയങ്കര വാക്യമാണ്, ഭയങ്കര ആശയമാണ്. തൃക്കരങ്ങൾ കൊണ്ട് കുറിച്ചു കൊടുത്തു. മോശ ഒരാലയം പണിയേണ്ടതിന് വേണ്ടി, കൂടാരം പണിയേണ്ടതിന് വേണ്ടി മോശയ്ക്ക് തൃക്കരം കൊണ്ടൊന്നും കുറിച്ചു കൊടുത്തില്ല. കാര്യം മോശയ്ക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു. മിസ്രൈമിലെ സകല വിദ്യയിലും നിപുണനായിരുന്നതിനാൽ പർവ്വതത്തിൽ വെച്ചൊരു മാതൃക കാണിച്ചപ്പോൾ വരച്ചെടുക്കുവാൻ മോശയ്ക്ക് കഴിയുമായിരുന്നു. പറഞ്ഞു കൊടുത്തത് എഴുതിയെടുക്കുവാൻ മോശയ്ക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് തൃക്കരം കൊണ്ട് ആലയത്തിൻ്റെ അളവുകൾ കുറിച്ചില്ല. എന്നാൽ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇങ്ങേര് ചെറുപ്പം മുതൽ ആട് തീറ്റി നടന്നവനാണ്, സ്കൂളിൽ പോയതല്ല, വിദ്യാഭ്യാസം ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്താൽ, പ്ലാൻ കാണിച്ചു കൊടുത്താൽ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തൃക്കരങ്ങളാൽ എഴുതി കൊടുത്തു എന്നാണ് ദാവീദ് തന്നെ സ്വയം പറയുന്നത്. അങ്ങനെ എഴുതി കൊടുത്തു. അതിനാവശ്യമുള്ളത് സമ്പാദിക്കുവാൻ ദാവീദിന് ദൈവം കൃപ കൊടുത്തു. പക്ഷേ ഇതിന് ശേഷമാണ് അവൻ പാപം ചെയ്യുന്നത്. ആലയം പണിയുവാൻ താല്പര്യപ്പെട്ടപ്പോൾ നാഥാൻ പ്രവാചകൻ ആരംഭത്തിൽ ചെയ്താലുമെന്ന് പറഞ്ഞെങ്കിലും തുടർന്ന് പരിശുദ്ധാത്മാവ് നാഥാൻ മുഖേന ഇടപെട്ടു. ഇല്ല ദാവീദ്, നിന്റെ കൈ കൊണ്ട് പണിത, നിന്നെപ്പോലെ പാപിയായ ഒരുത്തൻ്റെ കൈ കൊണ്ട് പണിത ആലയത്തിൽ എന്നെപ്പോലെ വിശുദ്ധനായ ഒരു ദൈവം പാർക്കത്തില്ല. അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് വേണ്ട, നിന്നെ കൊണ്ട് ഈ പണി നടക്കത്തില്ല. അങ്ങ് വിട്ടു. ദാവീദ് നന്നായി ശിക്ഷിക്കപ്പെട്ടു. ഓക്കെ, പക്ഷേ ദാവീദിൻ്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. നിന്റെ സിംഹാസനത്തിലിരിക്കുവാൻ നിന്റെ സന്തതിയിൽ നിന്ന് ഒരുത്തൻ ഒരു കാലത്തും ഇല്ലാതെ വരികയില്ല. ഇങ്ങനെ ദാവീദ് ആശ്വസിച്ചിരുന്നു, തൻ്റെ സിംഹാസനത്തിൽ ഒരിക്കൽ ഇരിക്കും. അങ്ങനെയാണ് അവിഹിതമായി എങ്കിലും ശലോമോൻ ഉണ്ടായത്. ശലോമോൻ ദൈവസന്നിധിയിൽ ഏറ്റവും ഭക്തനായി നടന്നു. അവനാണ് സാക്ഷാൽ കളിപ്പീരുകാരനെന്ന് ഒരളവിൽ പറയാം, വേറൊരളവിൽ അവനാണ് നമുക്ക് മാതൃകയായി നിൽക്കേണ്ടത്. അവനെ വീഴിച്ചതുപോലെ നമ്മയും വീഴിക്കുവാൻ പുറകിലൊരു ശക്തിയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ശലോമോനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, അദ്ദേഹത്തെ രാജാവാക്കി.
ഒരു വെളിപ്പാടിൽ ദൈവം ഇറങ്ങി നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. ശലോമോൻ നേരെ പറഞ്ഞു, എനിക്ക് ബുദ്ധിയും ജ്ഞാനവുമാണ് ആവശ്യം. ദൈവത്തിന് അങ്ങേയറ്റം പ്രസാദം തോന്നി ബുദ്ധിയും ജ്ഞാനവും കൊടുത്തു. പക്ഷേ മരിക്കാത്ത ജഡത്തിൻ്റെ ഇച്ഛകൾ അവനിൽ കിടന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പിതൃപാരമ്പര്യത്തിൽ നിന്ന് അവനിലേക്ക് വ്യാപരിച്ച അന്യജഡത്തിൻ്റെ മോഹം അവൻ്റെ അകത്തുണ്ടായിരുന്നതിനാൽ അവൻ മിസ്രയീമ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും അയോഗ്യമായി നടക്കുകയും ചെയ്തു. ദൈവം ഇതൊക്കെ അറിഞ്ഞു. എന്നിട്ട് അവസാനം യഹോവയുടെ ആലയം പണിതു, പ്രതിഷ്ഠ നടന്നു, യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി ആലയത്തിൽ നിറച്ചു. കുറേ കാലം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ദൈവം ശലോമോനോട് പറഞ്ഞു, രാജ്യത്വം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരു മകൻ ഇല്ലാതെ വരികയില്ല എന്നൊക്കെ സത്യം ചെയ്ത് ദൈവം പറഞ്ഞു. സത്യം ചെയ്യുന്നത് സത്യമാണ്, പക്ഷേ നീ എൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറി. എൻ്റെ വ്യവസ്ഥയിൽ നിന്ന് മാറുന്നവനോടാണ് എൻ്റെ സത്യം, എൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുന്നവനാണ് എൻ്റെ സത്യം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വ്യവസ്ഥയിൽ നിൽക്ക്. ദാവീദ് വ്യവസ്ഥയിൽ നിന്ന് മാറി, അദ്ദേഹത്തിൻ്റെ മകനും വ്യവസ്ഥയിൽ നിന്ന് മാറി. അതുകൊണ്ട് ദൈവവും വ്യവസ്ഥയിൽ നിന്ന് മാറിയേച്ച് പറഞ്ഞു, നിന്റെ ബാല്യക്കാരിൽ ഒരുവനെ, നിന്റെ സേവകന്മാരിൽ ഒരുവനെ, നിന്റെ ദാസന്മാരിൽ ഒരുവനെ ഞാൻ നിനക്ക് പകരം രാജാവാക്കാൻ പോകുകയാ. ശലോമോനോടുള്ള വാക്ക അതൊക്കെ ഭയങ്കര വേദനാജനകമാണ്. ശലോമോനെ അങ്ങ് കൊന്നേച്ച് അവൻ്റെ കൺമുൻപിലല്ലാതെ വേറൊരു ദാസനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ജീവകാലത്ത് അവനോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് രാജ്യത്ത് ഞാൻ പറിച്ചു കീറുകയാണ്, മേലാൽ നിനക്കത് തരത്തില്ല. നിന്നേക്കാൾ വിശ്വസ്തനായ ഒരുത്തൻ്റെ കയ്യിൽ ഞാനത് ഏൽപ്പിക്കാൻ പോകുകയാ, അത് നിൻ്റെ ദാസനായിരിക്കും. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു മാനേജർ പോസ്റ്റിൽ കുറച്ച് നാൾ ജോലി ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഏതാണ്ട് 2 വർഷത്തിന് മേളിൽ. അതൊരു ബ്രാഹ്മണൻ്റെ കമ്പനിയായിരുന്നു. ഒരു ബ്രാഹ്മണൻ മനുഷ്യനാണ് ആ കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്തത്. ഞാൻ ജോലി കയറുന്ന അന്ന് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററും കൂടെയാണ്, ആ മാനദണ്ഡം സൂക്ഷിച്ച് മാത്രമേ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ. പക്ഷേ എനിക്ക് അദ്ദേഹത്തിന് ഒരാളിനെ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ കൊണ്ട് എന്നെ തന്നെ അവിടെ ആക്കാൻ അങ്ങ് തീരുമാനിച്ചത് കൊണ്ട് എന്നെ എടുത്തതാണ്. കുറച്ച് നാൾ കഴിഞ്ഞു, വിഷു അടുത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിഷു എന്നൊരു വിശേഷ ദിവസം ഉണ്ടല്ലോ. അദ്ദേഹമാണെങ്കിൽ തമിഴ് ബ്രാഹ്മണനാണ്. വിഷുവിൻ്റെ ദിവസം അടുത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വർഗീസേ, ഈ വിഷുവിൻ്റെ അന്ന് നിങ്ങൾ അവധി കൊടുത്തിട്ട് പിറ്റേ ഞായറാഴ്ച എല്ലാവരെയും കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അത് പറ്റുകയില്ല, കാര്യം ഞാൻ വരത്തില്ല. തന്നെയല്ല, ഞാനായിട്ട് എൻ്റെ ഭാഗം കൊണ്ട് അനൗൺസ് ചെയ്യത്തുമില്ല ഞായറാഴ്ച വർക്കിംഗ് ഡേ ആണെന്ന്, ഞായറാഴ്ച ഹോളിഡേ ആണെന്നുള്ള കണ്ടീഷനിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അത് പറഞ്ഞത് വർഷം മുഴുവനും അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞത് വിഷുവിൻ്റെ കെയർ ഓഫിലായതുകൊണ്ടില്ല, ഞായറാഴ്ച ആളുകൾ ജോലി ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തുമില്ല, ഞാനായിട്ട് പറഞ്ഞ് കൊണ്ടുവരത്തില്ല. വിഷുവിന് ജോലി ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ട, എനിക്കും സന്തോഷം. പക്ഷേ ബാക്കി ദിവസങ്ങൾ കൊണ്ട് ഞാൻ വർക്ക് മാനേജ് ചെയ്തോളാം, പ്രൊഡക്ഷൻ ലൈനിൽ ഒരു കേടും വരത്തില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവസാനം പറഞ്ഞു, എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ വിഷുവിൻ്റെ അന്ന് ജോലി ചെയ്തു. ഞായറാഴ്ച പതിവ് പോലെ അവധിയായിരുന്നു. വിഷുവിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ബ്രാഹ്മണൻ്റെ ഒരു ഫാക്ടറി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണ് വർഗീസേ, ഞാൻ ഡീപ്ലി വൂണ്ടഡ്. ഞാൻ പറഞ്ഞു, സാർ എന്നോട് ഞായറാഴ്ച വർക്ക് ചെയ്തില്ലെങ്കിലും വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടല്ലോ, ഐ ടു ആം വൂണ്ടഡ്. നമ്മൾ രണ്ടുപേരും അതുപോലെയാണ്. കാര്യം നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ ഇതല്ലായിരുന്നു. രണ്ടായാലും എന്നെ അവിടുന്ന് മാറ്റാൻ അദ്ദേഹത്തിന് മനസ്സില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഞാൻ പറഞ്ഞാൽ ഉടനെ കേൾക്കാത്ത ഒരു സൂപ്പർവൈസറെ കൊണ്ടുവന്ന് താഴോട്ട് വെച്ചു. ഞാൻ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ഈ സൂപ്പർവൈസർ ഇത് ചെയ്യത്തില്ല. സന്താനം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സന്താനം രാവിലെ കുളിച്ചെടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ മിക്കവാറും 10 മണിയാകും. വന്നിരുന്നാലും പിന്നെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയക്കാണെങ്കിൽ പണിയൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. ഞാൻ ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ സെൻറ്ററിലാണ്. ഈ പുള്ളിക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. നാട്ടിൽ വർത്തമാനം പറഞ്ഞ് നടക്കാമെന്നുള്ള ഒരു മനുഷ്യനെ കൊണ്ടാണ് സന്താനത്തെ കൊണ്ടാണ് വെച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പോകോട്ടെ എന്നും കണ്ട് സാറ് ചെയ്തതാണ്. ഇതോടെ വർക്ക് എഫിഷ്യൻസി തീർന്നിരിക്കും. ഓണർ കൊണ്ടുവന്നതായി കൊണ്ട് സന്താനത്തെ മാറ്റാൻ എനിക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു പരിപാടി ചെയ്തു. ഒരു ഓപ്പറേറ്ററെ പിടിച്ച് സൂപ്പർവൈസർ നമ്പർ 1 നമ്പർ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. അതുവരെ ഓപ്പറേറ്ററായിരുന്നു. ഇപ്പം ഈ ഇരിക്കുന്ന സൂപ്പർവൈസർ 2 ആയി, മറ്റേ പുള്ളി സൂപ്പർവൈസർ 1 ആയി. 2ാമത്തെ ദിവസം സന്താനം റിസിഗ്നേഷൻ എഴുതി തന്നേച്ച് അങ്ങേര് വീട്ടിൽ പോവുകയും ചെയ്തു. ഇതേ വേലയാണ് ദൈവം ശലോമോനോട് കാണിച്ചത്. ശലോമോനോട് പറഞ്ഞു, മോനെ, നിൻ്റെ അപ്പൻ പറമ്പിൽ ആട് തീറ്റി നടന്നിടത്തുനിന്ന് ഞാൻ അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് രാജസ്ഥാനത്ത് കൊണ്ട് ഇരുത്തിയേച്ച് അവനെ അനുഗ്രഹിക്കാവുന്നതിൻ്റെ പരമാവധി അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു മകനുണ്ടായി. തെറ്റായി ജനിച്ചതാണെങ്കിലും ഞാൻ നിന്നെ അപ്രൂവ് ചെയ്തു. കാര്യം നീ കുറ്റക്കാരനല്ല, ഞാൻ നിന്നെ അപ്രൂവ് ചെയ്തു. ഞാൻ നിന്നെ സകല നന്മകൾ കൊണ്ട് നിറച്ചു. അനുഗ്രഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. ഇന്ന് നീ എന്നോട് ഈ വേല കാണിച്ചതുകൊണ്ട് രാജ്യത്വം ഈ കുടുംബത്തിൽ നിന്ന് മാറുക.
നിൻ്റെ ഭൃത്യന്മാരിൽ 2 പേരെ ഞാൻ പിടിച്ച് നിൻ്റെ മേളിൽ കൊണ്ട് വെക്കാൻ പോവുക. അവർ രാജാക്കന്മാരായിരിക്കും. എത്ര നാൾ നാം പ്രമാണത്തിൽ നിൽക്കുമോ അത്രയും നാൾ വാഗ്ദത്തം നമ്മുടെ മേലായിരിക്കും. നമ്മുടെ മേൽ തളിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നമുക്ക് ഇന്ന് പകൽ വിടുതലുള്ളതിനാൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എവിടെയെങ്കിലും ബലഹീനത വന്നെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവസന്നിധിയിൽ മടങ്ങി വരാം. അവിടെയാണ് ദൈവിക വിടുതൽ. എവിടെയെങ്കിലും ബലഹീനത വന്നെങ്കിൽ, കർത്താവേ എൻ്റെ ജീവിതത്തിലൊരു ബലഹീനത വന്നുപോയി, എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നുപോയി, ഞാനത് റിയലൈസ് ചെയ്യുന്നു, ഞാൻ എന്നെ മടങ്ങി വരികയാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു പരിധി വരെ ദൈവം മറ്റൊരാളിനെ എടുക്കാതെ നമുക്ക് തന്നെ അവസരം തരും. ഒറ്റ അവസരം കൊണ്ട് ദൈവം ആരെയും ശിക്ഷിക്കുന്നവനല്ല. ദൈവം ശിക്ഷിക്കുന്നതിന് മുന്നമേ അനേക ചാൻസസ് ഒരാൾക്ക് തന്നേ ഉള്ളൂ. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ കുത്തുകൊള്ളുന്നെങ്കിൽ, ആരോടെങ്കിലും ദൈവം ഇടപെടുന്നെങ്കിൽ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. സൗഖ്യമാക്കുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം രോഗസൗഖ്യം മാത്രമല്ല, കുടുംബത്തിൻ്റെ സൗഖ്യമാണ്. പട്ടണത്തിൻ്റെ സൗഖ്യമെന്നാണ് തിരുവചനത്തിൽ കാണിക്കുന്നത്. ദേശത്തിൻ്റെ സൗഖ്യമെന്നാണ് തിരുവചനത്തിൽ കാണിക്കുന്നത്. തലമുറകൾ ഇല്ലാതെ വണ്ണം, അല്ലെങ്കിൽ ഒരു ഭാവി പ്രതീക്ഷ ഇല്ലാതെ വണ്ണം ആകപ്പാടെ അടിഞ്ഞൊതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഒരു വ്യത്യാസത്തിന് ചാൻസ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഏൽപ്പിക്കുന്നു. ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. മടങ്ങി വന്നാൽ നമ്മെ വീണ്ടും അംഗീകരിക്കുന്നവനായ ദൈവം. ഞാനൊരല്പസമയം കൂടെ ഡെലിവറൻസ് എന്ന ആശയത്തിലൂടെ അല്പം കൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ യേശു ആരംഭിക്കുന്നത് തന്നെ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടുമാണ്. അല്ലെങ്കിൽ അടയാളം കൊണ്ടാണ് യേശു തൻ്റെ പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണ വിരുന്നിൽ വെച്ചാണ്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അങ്ങനെ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഒരു അടയാളം കാണിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടയാളം കാണിക്കുന്നത്? നമുക്ക് നിക്കോദിമോസിനോടൊന്ന് ചോദിക്കാം. നിക്കോദിമോസ് ആ കാര്യങ്ങൾ പറഞ്ഞു തരും. മത്തായിയുടെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാനൊന്നുകൂടെ തിരിച്ചു വരാം. അവൻ അവൻ്റെ അടുക്കൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ വേദപുസ്തകം അതുപോലെ പരിചയമില്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല. യെരുശലേമിൽ നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഭക്തനായിരുന്നു, ആത്മീയനായിരുന്നു, യേശുവിനോട് അടുക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷേ അവൻ്റെ സ്വന്തം ജനത്തെ ഭയപ്പെട്ടതുകൊണ്ട് പകൽ വരുവാൻ സാധിക്കാതെ രാത്രികൾ യേശുവിൻ്റെ അടുക്കൽ വന്നവനാണ് നിക്കോദിമോസ്. ഇദ്ദേഹം യഹൂദന്മാരുടെ ഒരു പ്രഭുവും അവരുടെ ഇടയിലെ വീരനും അവരുടെ നടുവിലുള്ള ഒരു വേദ പണ്ഡിതനുമായിരുന്നു. ഈ നിക്കോദിമോസ് ഒരു രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനോട് പറയുന്ന വാചകങ്ങളാണ്, ഗുരു, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. യഹൂദൻ അങ്ങയെ പലതും എതിർത്തു പറഞ്ഞാലും എനിക്ക് അകത്തിൻ്റെ അകത്തുനിന്ന് അറിയാം, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നതാ. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഉപദേശത്തിൻ്റെ ഗൗരവം കൊണ്ടാണോ? അല്ല, പകരം അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾ കണ്ട്. ഇവിടെ അടയാളം എന്ന പദം ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില തർജ്ജമകളിൽ അടയാളം എന്ന പദമില്ല, അങ്ങയുടെ പ്രവൃത്തി കണ്ട്. പലരും പറയാറുണ്ട് നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം. നല്ല ആശയമാണ്. സാധുക്കളെ സഹായിക്കുക, കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുക, ചീത്ത പറയാതിരിക്കുക, അനാവശ്യം കാണിക്കാതിരിക്കുക, വീട്ടിൽ ബഹളമുണ്ടാക്കാതിരിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഭർത്താവിനെ അനുസരിക്കുക എന്നിങ്ങനെ കുറേ ദൈവിക കൾച്ചറുകളുണ്ട്. ഇത് മുഴുവനും പാലിച്ചിരിക്കണം. ദൈവിക കൾച്ചറുകൾ പാലിക്കുന്നില്ലെങ്കിൽ അവൻ ദൈവപ്രവൃത്തിയിലുള്ളവനല്ല. ഇങ്ങനെ കൾച്ചറുകൾ പാലിക്കുന്നത് കൊണ്ട് അതാണോ യേശു ചെയ്തത്? നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല, യേശുവിനെ പോലെ ആകണം, പാവങ്ങളെ സഹായിക്കണമെന്നൊക്കെ പറയുന്നവരുണ്ട്. ഇടൂ, പാവങ്ങളെ സഹായിക്കുന്നതും പരീക്ഷനുമുണ്ട്, ന്യായശാസ്ത്രിയുമുണ്ട്, എല്ലാ ശനിയാഴ്ചയും പള്ളിയിൽ പോകുന്ന മഹാപുരോഹിതനുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അത് യേശു തന്നെയൊന്നുമല്ല. പക്ഷെ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചിലത് യേശു ചെയ്തു. കുരുടൻ്റെ കണ്ണ് തുറക്കുക, ചെകിടൻ്റെ ചെവി തുറക്കുക, പിന്നെ മരിച്ചവനെ ഉയർപ്പിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൂടെ യേശു ചെയ്തു. ഇത് കണ്ടുകൊണ്ടാണ് നിക്കോദിമോസ് പറഞ്ഞത്, ഗുരു, അങ്ങയുടെ ഈ പ്രവൃത്തികൾ കണ്ടതുകൊണ്ട് അങ്ങ് ദൈവത്തെങ്കിൽ നിന്ന് ഉപദേഷ്ടാവായി വന്നുവെന്ന് ഞങ്ങൾ സത്യമായി വിശ്വസിക്കുന്നു.
നാം ദൈവത്തിങ്കിൽ നിന്ന് വന്നവരാണോ അല്ലയോ എന്ന് നമ്മെ അറിയുന്നത് മറ്റുള്ള സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായ ചിലത് നമ്മിലൂടെ കാണുന്നത് കൊണ്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ യേശു അതിനൊരു മറുപടി അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ മറ്റൊരാൾക്ക് കഴിയത്തില്ല, ആകയാൽ അങ്ങ് ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്. യേശു അവനോട് പറഞ്ഞ മറുപടി യോഹന്നാന്റെ സുവിശേഷം 4:48 യേശു അവനോട്, നിങ്ങൾ അടയാളവും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ നന്നായി അറിയാം. ഞാൻ നല്ല ഉപദേശമൊക്കെ പറയാറുണ്ട്, നിങ്ങളാരും കേൾക്കുകയില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്നും ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണെന്നും നിങ്ങളാരും അംഗീകരിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അടയാളങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ലോകത്തിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ്. ഇതൊന്ന് ചെയ്തു കാണിക്കാൻ കഴിയുമെങ്കിൽ കഴിയുമോ? കാര്യം യേശു അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. നമുക്കത് ചെയ്യുവാൻ കഴിയും. അത് കഴിയുമെങ്കിൽ അനേകർ വിശ്വസിക്കുവാൻ ഇടയായിത്തീരും. യോഹന്നാൻ 14:11-12 ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. 11-ാമത്തെ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ വാക്യത്തിൽ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമെന്ന് എന്നെ വിശ്വസിപ്പീൻ. നിങ്ങളത് വിശ്വസിക്കണം. അല്ല, ഞാൻ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയെ നോക്ക്, എൻ്റെ പ്രവൃത്തി നോക്കി എന്നെ വിശ്വസിക്കുക. 12-ാമത്തെ വാക്യം ഒരു വാഗ്ദത്വമാണ് നമുക്ക്. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇന്ന് യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ സഭയ്ക്ക് ദൈവം അധികാരം കൊടുത്തതിനാൽ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്തുകൂടുന്നില്ല, സഭ ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്. ഉദാഹരണത്തിന്, യേശുവിൻ തൻ്റെ ഐഹിക ജീവിതകാലത്ത് 3 മരിച്ചവരെ ഉയർപ്പിച്ച ചരിത്രം തിരുവചനത്തിലുണ്ട്. അത് നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു. പക്ഷേ എൻ്റെ സ്വന്തം ജീവിതത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ഒരിക്കലൊരു ബൈബിൾ സ്കൂൾ പഠിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ബൈബിൾ സ്കൂളിൽ പോയിട്ടുള്ള ആളല്ല, പക്ഷെ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് സെൻറ്റർ ആയതുകൊണ്ട് അവിടെ ചെന്ന് പഠിപ്പിക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കാതെ 2 പേര് പരസ്പരം ഇരുന്ന് പുറകുറുക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. എനിക്ക് ആ ക്ലാസ്സിനോടൊരു മടുപ്പ് തോന്നി. ഇവരൊരു ശകലം പോലും ശ്രദ്ധിക്കുന്നില്ല. അത് കഴിഞ്ഞ് ബൈബിൾ സ്കൂൾ നടത്തുന്ന ആളിനോട് ഞാൻ പറഞ്ഞു, ഇവർ 2 പേരും എന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് പാസ്റ്ററേ, അവർക്ക് ഭാഷ മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, അത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല, ഹിന്ദിയും അറിയത്തില്ല. ഏതൊക്കെയോ ചില ഭാഷകൾ ചില പർവ്വതങ്ങളിൽ സംസാരിക്കുന്ന ഗിരിവർഗ്ഗക്കാരാണ്. അവർക്ക് ഈ ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, പിന്നെ എന്തിനാണ് അവരെ ക്ലാസ്സിലിരുത്തിയിരിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം എന്നോട് നേരെ ചോദിച്ചു, പക്ഷേ അവരെ ഇരുത്തിയിരിക്കുന്നതിനൊരു കാര്യമുണ്ട്. ഇവന്മാർ ഭയങ്കര വീര്യപ്രവർത്തിക്കാരാണ്. അതിലൊരു പുള്ളി മരിച്ചവരെ ഉയർപ്പിച്ച പുള്ളിയാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ബ്രദറെ സത്യമാണോ? അത് രണ്ടാമതെ ഞാൻ പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഞാൻ എന്നെ പഠിപ്പിക്കാൻ, അവൻ എന്നെയല്ലേ പഠിപ്പിക്കേണ്ടത്? എന്നെ പഠിപ്പിക്കാനാണ് ഞാൻ മരിച്ചവരെ ഉയർപ്പിച്ചവനെ. രണ്ടായാലും എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഈ ഗിരിവർഗ്ഗക്കാരൻ്റെ ഭാഷ അറിയാവുന്ന ആളിനെ ട്രാൻസ്ലേഷന് കിട്ടിയത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഈ 2-3 പേർ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. അതിനെ തുടർന്ന് അവർ സുവിശേഷം പറഞ്ഞ് നടക്കാൻ തുടങ്ങി. ഒരു ഗ്രാമത്തിൽ നിന്ന് ആരോ ഇവരുടെ അടുക്കൽ വന്നു. ഈ സംഭവം നടന്നിട്ടൊരു 10 വർഷത്തിന് മേളിലായി. ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമവാസികൾ ഇവരുടെ അടുക്കൽ വന്നേച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാൾ അങ്ങേയറ്റം രോഗിയായി കിടക്കുകയാണ്, വന്ന് ആളിനെ ഒന്ന് സൗഖ്യമാക്കണം, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈ ആൾ മരിക്കാൻ തുടങ്ങുകയാണ്. പ്രാർത്ഥിച്ചാൽ സുഖമാകുന്ന രോഗമല്ല, അതിനേക്കാൾ കൂടുതലാണ്. ഇനി പോരാൻ ഒരുങ്ങിയപ്പം ഗ്രാമക്കാർ പറഞ്ഞു, അത് പോകാൻ വരട്ടെ, ഒന്നുകിൽ ഇവരെ സൗഖ്യമാക്കി തരണം, ഇല്ലെങ്കിൽ തല്ലിക്കൊന്ന് ഇവിടെ തന്നെ കുഴിച്ചിടും, അതിനാണ് നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്. അല്ലാതെ ഒരു നല്ല ഡീലിന് വേണ്ടി അല്ല വിളിച്ചുകൊണ്ട് വന്നത്. ഒന്നുകിൽ ഇവരെ എഴുന്നേപ്പിച്ച് തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ തല്ലിക്കൊന്ന് ഇവിടെ കുഴിച്ചിടും, അതിനു വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നത്. ഇവർ പറഞ്ഞു, വെട്ടിലായ ലക്ഷണമാണ്, ഇറങ്ങിപ്പോൻ യാതൊരു നിവൃത്തിയുമില്ല. ഗ്രാമവാസികൾ അടുത്തു. അവർ 2 പേരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരുവനോട്, അക്ഷരാഭ്യാസമില്ല 2 പേർക്കും, അവരിൽ ഒരുവനോട് ദൈവം ഇടപെട്ടു, ഈ ആൾ മരിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ 11 മണിക്ക് തിരിച്ച് ഉയർത്തു കഴിഞ്ഞാൽ അന്നേരം ചൂടുള്ള ഡാലും റൊട്ടിയും കൂടെ കഴിക്കാൻ കൊടുക്കണം, വിശക്കുന്നെന്ന് പറയും.
ഈ മരിക്കാൻ തുടങ്ങുന്ന രോഗിയുടെ വീട്ടിൽ അവരിത് അനൗൺസ് ചെയ്തു, ഇവൻ മരിക്കും, മരിച്ചേച്ച് രാത്രി 11 മണിക്ക് ഉയർക്കും. ഉയർത്ത് കഴിയുമ്പോൾ ചൂടുള്ള റൊട്ടിയും ഡാലും കൂടെ കൊടുക്കണം, അവൻ വിശക്കുന്നു എന്ന് പറയും. അവൻ്റെ അമ്മ അന്നേരം പോയി ഡാല് വെള്ളത്തിലിട്ടു. ആ സ്ത്രീയുടെ വിശ്വാസമോ പ്രത്യാശയോ ആഗ്രഹമോ എന്തോ എനിക്കറിഞ്ഞുകൂടാ, അവർ ഡാല് വെള്ളത്തിലിട്ടു. പറഞ്ഞതുപോലെ ഇവർ മരിച്ചു. ഈ ആളുകളുടെ കാലുകൾ കെട്ടി, ഉപദേശിമാരുടെ 2 പേരുടെയും കാലുകൾ കെട്ടി, വടം കൊണ്ട് കെട്ടി അവിടെ ഇട്ടേച്ച് പറഞ്ഞു, ഇനി 11 കഴിഞ്ഞ് ഉയർപ്പിച്ചേച്ച് പോയാൽ മതി. അവർ പറഞ്ഞു 11 മണിയായപ്പോൾ 1 തുമ്മി, 2 തുമ്മി, 3-4 പ്രാവശ്യം തുമ്മിയേച്ച് കണ്ണു തുറന്നു. ആദ്യം പറഞ്ഞ പദം വിശക്കുന്നു. രോഗവും കൂടെ സൗഖ്യമായി. എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ, അതുപോലുള്ള സന്തോഷമുണ്ടായി. തുടർന്ന് പലയിടങ്ങളിൽ നടന്ന പല മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ച് ആ മനുഷ്യൻ്റെ സാക്ഷ്യം ഞാൻ നന്നായി ഓർക്കുന്നു. ബൈബിൾ സ്കൂൾ നടത്തിയ ആളിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഈ സാക്ഷി പറഞ്ഞ ആളിൻ്റെ പേര് ഞാൻ സത്യമായി വിട്ടുപോയി. നെൽസൺ നേഗി എന്ന് പറയുന്ന ആളാണ് ആ ബൈബിൾ സ്കൂൾ നടത്തിയിരുന്നത്. നേഗിയെ ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ വിളിച്ചുകൊണ്ട് വരികയും പുതുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ ഒരിക്കലൊരു പ്രത്യേക മീറ്റിങ്ങിന് വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത് CRC എന്ന് പറയുന്ന ഒരു ചർച്ചിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി. ആ CRCയിലെ പാസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് എന്നെ വന്ന് വിളിച്ചത്. CRCയിലെ പാസ്റ്റർക്ക് എന്നാ സോക്കേടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിനൊരു കേടുണ്ട്, അതിനുവേണ്ടി MA വർഗീസ് പ്രാർത്ഥിക്കണം എന്ന കണ്ടീഷനിലാണ്. ഓക്കെ, പോകുന്ന വഴിയിൽ ഇങ്ങനെ സംസാരിച്ചു. ഞാൻ എന്നിട്ട് എന്നെ പിക്ക് ചെയ്ത ആളിനോട് ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്റർക്ക് സൗഖ്യമാകാൻ വിശ്വാസം ഉണ്ടോ? ഓൾ ദ വേ ഇന്ത്യ എന്നൊരാൾ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതി ഉണ്ടായോ? ഇവിടെയെങ്കിലും ശുശ്രൂഷകന്മാരില്ലേ? നിങ്ങളുടെ പാസ്റ്റർക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ എന്നോടങ്ങ് ചൂടായി. പുള്ളി റോഡിൻ്റെ ഒരു സൈഡിലോട്ട് കാർ അങ്ങ് മാറ്റി വെച്ച് പറഞ്ഞ്, എൻ്റെ പാസ്റ്റർക്ക് വിശ്വാസം ഉണ്ടോയെന്നോ നീ ആരടാ ചോദിക്കാൻ? മനസ്സിലാ, ഒരാളുടെ നടുവിന് വേദനയാണ്, അല്ലെങ്കിൽ നട്ടലിന് വേദനയാണ്, അതിന് പ്രാർത്ഥിക്കാൻ എടുത്തിനെ ഇന്ത്യ എന്ന് വിളിപ്പിക്കാമെന്ന് പറഞ്ഞവന് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയം, തെറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു. എടുത്ത വാരി അങ്ങേര് പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായി എൻ്റെ പാസ്റ്റർ. ആ മനുഷ്യന് വിശ്വാസം ഉണ്ടോന്നു ഞാനങ്ങ് ഭയന്നു, ഞെട്ടി. ഞാൻ പറഞ്ഞു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ അതേ കാറയിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും മലയാളികളല്ലേ. അവർ ചോദിച്ചു, ആരെങ്കിലും കാങ്കയാന്നോ ഉയർപ്പിച്ചത്, അതോ രഹസ്യമായിട്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ചർച്ചിനകത്ത് പരസ്യ സ്ഥലത്ത് 19 എണ്ണം. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. CRCയുടെ സീനിയർ പാസ്റ്റർ, CRC ക്രിസ്ത്യൻ റിവൈവൽ സെൻറ്റർ, 5000 മെമ്പേഴ്സ് വീതമുള്ള 39 ബ്രാഞ്ചസ് അന്നവർക്കുണ്ട്. 5000 മെമ്പേഴ്സ് വീതമുള്ള 39 ബ്രാഞ്ചസ് അന്നവർക്കുണ്ട്. ഇന്ന് എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മനുഷ്യനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബ്രദറെ, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം ഒരു വിധി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ അവർ ഉയർക്കും. നിനക്ക് നട്ടെല്ലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൻ്റെ മേലൊരു കൃപാവരമുണ്ട്, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് നിന്നെ വിളിപ്പിച്ചേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് 22 പേരെ സ്മിത്ത് വിഗിൽസ്വർത്ത് ഉയർപ്പിച്ചു എന്ന് പറയുന്നു. ഞാൻ ഈ 2-3 പേരെ എൻ്റെ അറിവിൽ കിട്ടിയവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. യേശു ഉയർപ്പിച്ചത് 3 പേരെയാണ്. എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിനേക്കാൾ അധികം എന്നിൽ വിശ്വസിക്കുന്നവർ ചെയ്യും. ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനിതിനപ്പുറത്തോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഈ സാധാരണഗതിയിൽ 2-3 രീതിയിലുള്ള ശുശ്രൂഷകന്മാരുണ്ട്. നമ്മളൊക്കെ പോകുന്നത് എന്നെ ദൈവം ഏൽപ്പിച്ചത് വിശ്വാസം ഉറപ്പിക്കേണ്ടതിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ഈ പറയുന്നതിൽ എല്ലാം ഒന്നും സർട്ടിഫൈഡ് അല്ല, എല്ലാം ഒന്നും വെരിഫൈഡ് അല്ല, പക്ഷെ സത്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരാളിനോട് ഞാൻ എൻ്റെ പേര് MA വർഗീസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും എൻ്റെ ആധാർ കാർഡ് വാങ്ങിച്ച് നോക്കിയേച്ചോ പാസ്പോർട്ട് വാങ്ങിച്ച് നോക്കിയേച്ചോ അല്ല എൻ്റെ പേര് വിളിക്കുന്നത്. നിങ്ങളതങ്ങ് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നീ കണ്ടതാണോ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെക്ക് ചെയ്തേച്ച് വിളിച്ചാലും മതി മോനെ. അത് അങ്ങ് ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഇവിടെ വെച്ച് പറയുന്നത് വിശ്വസിക്കുക. ഞാനും ഇതുപോലെ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് അനുസരിച്ച് കർത്താവ് ഒരുപാട് സൗഖ്യങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നതനുസരിച്ച് കർത്താവ് ഈവൻ രോഗികളെ ഉയർപ്പിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ചില അവസരങ്ങൾ തന്ന ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. നമുക്കത് ചെയ്യാൻ കഴിയും. വ്യവസ്ഥ സൂക്ഷിക്കുവാൻ, ദൈവകരങ്ങളിൽ നിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.
സാധാരണ ഞങ്ങൾ ഉപദേശിമാർ പ്രസംഗിക്കുന്ന ശൈലികളിലൊന്ന്, വിടുതലിൻ ശുശ്രൂഷകർ പ്രസംഗിക്കുന്ന ശൈലികളിൽ ഒന്നാണ് കഴുകനെ പോലെ പറക്കണമെങ്കിൽ പാത്തക്കുഞ്ഞിൻ്റെ മോഡൽ കൊണ്ട് നടക്കത്തില്ലെന്ന്. പാത്തക്കുഞ്ഞിനെ എക്സാമ്പിളാക്കി എടുത്താൽ ഒരിക്കലും കഴുകനെ പോലെ പറക്കത്തില്ല, അവൻ പാത്ത നടക്കുന്ന പോലെ നടക്കത്തേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം ഉയരണമെന്നുണ്ടെങ്കിൽ തരം താഴ്ന്ന ഉദാഹരണങ്ങളെ മാറ്റിവെച്ച് ഉയർന്ന ഉദാഹരണങ്ങളെ എടുക്കുവാൻ സ്വർഗത്തിൽ കൃപ തരട്ടെ. യേശുക്രിസ്തുവിൻ്റെ കാൽവരി രൂപം എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വരച്ചതായി തൂക്കപ്പെട്ടത് കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെ വിളിച്ചതൊരു രോഗശാന്തി ശുശ്രൂഷയ്ക്കല്ല, പക്ഷേ ദൈവിക ശുശ്രൂഷയുടെ മുമ്പിൽ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. മാത്രവുമല്ല, ഈ ചർച്ചിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണയാൽ നിങ്ങൾ അനുവദിച്ച ഒരു സ്വാതന്ത്ര്യം എനിക്കുള്ളതുകൊണ്ട്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, ഇതിൻ്റെ ചർച്ച് ലീഡേഴ്സ് നിങ്ങൾ അനുവദിച്ച ഒരു സ്വാതന്ത്ര്യം എനിക്കുള്ളതുകൊണ്ട് തുടർന്ന് 4-5 മിനിറ്റുകൾ ഞാൻ രോഗികൾക്കും ആവശ്യത്തിലുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഏതെങ്കിലും ജീവിതത്തിൽ പ്രശ്നമുള്ളവർ, കൂടുതലും തലമുറയില്ലാത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിക്കാത്തതെന്നല്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആത്മീയത്തിലും ഭൗതികത്തിലും കിളന്നു വരുന്നില്ല, ഞങ്ങൾക്ക് ഒരു ഭാവിയില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചും അല്ല, ഏതെങ്കിലും ഒരു വിടുതൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ശരീരത്തിൻ്റെ ഉള്ളിൽ ഫൈബ്രോയിഡ്സ്, ഒറ്റയാൾ പോലും കൈ ഉയർത്തുകയോ ഞാനാണെന്ന് കൺഫസ് ചെയ്യുകയോ ഒന്നും വേണ്ട. പക്ഷെ ഇന്ന് ചില സൗഖ്യങ്ങൾ അതുപോലെ നടക്കും. ചില എക്സ്ട്രാ ഗ്രോത്തുകൾ മുന്തിരിക്കൊല പോലെ, ഒരു കൊലയിൽ കുറേ മുന്തിരിങ്ങാകൾ കായ്ച്ചു നിൽക്കുന്നത് പോലെ കൂട്ടമായി ചില വ്രണങ്ങളോ പഴുപ്പുകളോ ചൊറിയോ എന്തൊക്കെയോ ഉള്ള ചിലരെ, അത് ശരീരത്തിൻ്റെ അകത്തുപോലും പുറത്തുപോലും ഇന്ന് പകൽ കർത്താവിന് തൊടാനുണ്ട്. ചില ദൈവിക വിടുതലുകളും വിമോചനങ്ങളും സ്വർഗത്തിലെ ദൈവത്തിന് കൽപ്പിക്കാനുണ്ട്. ഇന്നിതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ചും ഇതുപോലുള്ള വൻകിട പ്രശ്നങ്ങളെ നേരിടുന്നവർ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ കാൽവരി രൂപം ഒന്ന് കണ്ടാലും, ഒരിക്കൽ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ യാഗമൃഗത്തിൻ്റെ രക്തം തളിച്ച ശേഷം ഇത് നിയമരക്തം എന്ന് കൽപ്പിച്ചതുപോലെ അതിനെക്കുറിച്ച് പത്രോസ് എടുത്തു പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കാൽവരിയാലാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുവെന്ന് പറഞ്ഞു. ഇന്ന് പകൽ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ രൂപത്തിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം നിങ്ങളുടെ മേൽ വീഴുന്നതായി ദയവായി ഹൃദയ കണ്ണുകൊണ്ടെന്ന് കണ്ടാലും. ഡോക്ടർ പോൾ യോങ്കുച്ചോവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ ചെന്നവരോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനും എൻ്റെ മൂത്ത മക്കൾക്കും ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ താമസിക്കുന്നത് പ്രയാസമാണ്. കാര്യം ഞങ്ങൾക്ക് മൂത്ത ഒരു മകളുണ്ട്, അവൾ ദുർമാർഗിയായി ജീവിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹിതരും എൻ്റെ ആൺമക്കളുടെ സ്നേഹിതരും ഈ പെണ്ണിനോടുകൂടെ അന്തി ഉറങ്ങത്തക്കവണ്ണം ഇവളൊരു തെരുവ് വേശ്യയായി മാറി. പാസ്റ്ററെ, ഇവളങ്ങ് ചത്തുപോകാനൊന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് നാണക്കേട് കൊണ്ട് നിവൃത്തിയില്ല എന്ന് യോങ്കിച്ചവൻ്റെ അടുക്ക പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യോങ്കിച്ചവ് അമ്മയോട് പറഞ്ഞ, അങ്ങനെയല്ല, യേശുവിൻ്റെ കാൽവറിയിൽ യേശുവിനെ തറച്ചിട്ടിരിക്കുന്ന ഒരു രൂപം നിങ്ങളുടെ ഹൃദയക്കണ്ണിൽ വരട്ടെ. ഇതാ തൻ്റെ വലം കയ്യിൽ അടിച്ചിരിക്കുന്ന ആണിയിൽ നിന്ന്, ആ കയ്യിൽ നിന്ന് രക്തം താഴേക്ക് ഇറ്റിറ്റായി വീഴുന്നത് നിങ്ങളുടെ ഹൃദയക്കണ്ണുകൊണ്ട് കാണുക. നിങ്ങളുടെ മകൾ വന്ന് ആ രക്തധാരയുടെ താഴെ നിൽക്കുന്നതും അവളുടെ മേൽ ചിലതുള്ളി രക്തം വീഴുന്നതുമായി നിങ്ങളുടെ ഹൃദയക്കണ്ണുകൊണ്ട് കാണുക. ആ രക്തം അവളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസയ്ക്ക് ശേഷം ആ സ്ത്രീ വരികയും എൻ്റെ മകൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നു എന്ന സദ്വർത്തമാനം പറയുകയും ചെയ്തത് യോങ്കിച്ചോവിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് പകൽ ഇതിന് തുല്യമായി ക്രിസ്തുവിൻ്റെ രക്തം ചിലരുടെ മേൽ തളിക്കപ്പെടുന്നത്, അത് എൻ്റെ മേൽ വീഴുന്നതായി, എൻ്റെ ഭവനത്തിൻ്റെ മേൽ വീഴുന്നതായി, ഞാൻ വളരെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയുടെ മേൽ വീഴുന്നതായി ഹൃദയ കണ്ണുകൊണ്ട് ദയവായ ദർശനം കണ്ടാലും, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്ന് പകൽ യേശുവിൻ്റെ കാൽവരിയോട് ഞങ്ങൾ അടുത്തു വരികയാണ്. ദൈവപ്രമാണത്തിൽ നിന്ന് വിട്ടുപോയവരെ
മടക്കിക്കൊണ്ടുവരുന്ന ദൈവകൃപ, ഭാവി നഷ്ടമായ ചിലതിനെ റിസ്റ്റോർ ചെയ്യുന്ന ദൈവകൃപ, ചിലതിനെ കുറിച്ച് ഭാരപ്പെടുന്ന ചിലരെ കർത്താവെ വിടുവിച്ചെടുക്കുന്ന ദൈവകൃപ, ചില ഗൗരവമേറിയ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവകൃപ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുവാൻ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. We command the healing and we command the deliverance. We command the healing and we command the deliverance. അതിന്റെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അതിന്റെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം. അതിന്റെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കൽപ്പനയ്ക്ക് സ്വർഗം മുദ്ര വെക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമം ഉപയോഗിച്ച് ഞങ്ങളുടെ നാവുകളിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ ശബ്ദത്തിന് യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര പരിശുദ്ധാത്മാവ് പതിക്കണമേ. ദൂതന്മാരെ ആ കാര്യം നിർവഹിച്ചെടുക്കൂ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ